ന്യൂസ് അൻവീസ് ആരംഭിക്കുകയാണ്. സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന കോമ്പൗണ്ടിനകത്തുകൂടി ലൈൻ കമ്പികൾ കടന്നു പോകരുതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. പക്ഷേ ഇവിടെ അതൊന്നും പാലിക്കപ്പെട്ടില്ല. കുട്ടികളാണ്, അപകടമാണെന്ന് തോന്നിയാലും പലതും ചെയ്യാൻ മുതിരുന്ന പ്രായമാണ്. കുഞ്ഞുങ്ങളുള്ള സ്ഥലങ്ങളിലെ പരിതസ്ഥിതികൾ അപകടരഹിതമായി ഒരുക്കേണ്ടത് അധികൃതരാണ്. കൈയൊന്ന് ഉയർത്തിയാൽ പിടിക്കാൻ പാകത്തിൽ വൈദ്യുതി ലൈൻ ഉണ്ടായിട്ടും അതിന്റെ അപകടം തിരിച്ചറിയാനായില്ല ആർക്കും. ആ അനാസ്ഥയ്ക്ക് പകരം നൽകേണ്ടി വന്നത് ഒരു 13 വയസ്സുകാരന്റെ ജീവനും. കുളിപ്പിച്ചൊരുക്കി യൂണിഫോമും ഇടിയിപ്പിച്ച് സ്കൂളിലേക്ക് വിട്ട കുട്ടികൾ ആരുടെയൊക്കെയോ അനാസ്ഥയുടെ ഇരയായി ജീവനറ്റ് തിരികെ എത്തുന്നത് ആ മാതാപിതാക്കൾക്ക് എങ്ങനെ താങ്ങാനാകുമെന്നറിയില്ല. ഒരു ബെഞ്ചിലിരുന്ന് ഒരു പാത്രത്തിലുണ്ട് വളർന്നവൻ കൺമുന്നിൽ പിടഞ്ഞു വീണതിന്റെ വേദന ഒപ്പമുള്ള കുട്ടികൾക്ക് എങ്ങനെ മറികടക്കാനാകുമെന്നും അറിയില്ല. വീടിനേക്കാൾ കുട്ടികൾ സുരക്ഷിതരെന്ന് നമ്മൾ കരുതുന്ന വിദ്യാലയങ്ങളും രക്ഷിതാക്കളെക്കാൾ സ്നേഹവായ്പോടെ അവരെ ചേർത്തളയ്ക്കുന്ന അധ്യാപകരുമുള്ള നാട്ടിൽ പക്ഷേ ഇത്തരം അനാസ്ഥകൾ ഒരു സിസ്റ്റത്തെ തന്നെ സംശയത്തിന്റെ നിഴലിലാക്കും. സാങ്കേതിക വിദ്യകൾ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന കാലത്ത് ഇക്കാലം അത്രയും ആ സ്കൂൾ പരിസരത്തു കൂടി തലങ്ങും വിലങ്ങും പോയിരുന്നത് ഒട്ടും സുരക്ഷിതമല്ലാത്ത വൈദ്യുതി കമ്പികൾ. KSEBയും സ്കൂൾ മാനേജ്മെന്റും പക്ഷേ ഒന്നും അറിഞ്ഞില്ല. കുറച്ചു കാലത്തിനപ്പുറം നമ്മൾ എല്ലാവരും മിഥുനെ മറക്കും. പക്ഷേ മറക്കാത്ത മായാത്തൊന്നുണ്ട്. മകൻ മരിച്ച ഒരു പകൽ കഴിഞ്ഞിട്ടും അവന്റെ അടുത്തേക്കൊന്ന് ഓടിയെത്താൻ പോലും കഴിയാത്ത ഒരു അമ്മയുടെ തേങ്ങൽ. ആ വിലാപത്തിന് ആര് മറുപടി പറയും? ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: PK ഗോപൻ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്; അഡ്വക്കേറ്റ് സേനാപതി വേണു, കോൺഗ്രസ് നേതാവ്; TK ഷാഫി, KSTA ജനറൽ സെക്രട്ടറി എന്നിവരാണ്. ഒപ്പം വിദ്യാഭ്യാസ മന്ത്രിയെ ടെലിഫോൺ ഡയലിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഞങ്ങളുടെ പ്രതിനിധി സുജു T ബാബുവിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. സുജു കൊല്ലത്തു നിന്നുമാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സുജു, ഇന്ന് ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം നമ്മുടെയൊക്കെ മുന്നിലേക്ക് വരുന്നത്. ആ നിമിഷം മുതൽ ഇപ്പോഴും ആ പിടച്ചിൽ ആർക്കും അവസാനിച്ചിട്ടില്ല, അത് മാഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. കുഞ്ഞിൻ്റെ മാതാവ് മടങ്ങിയെത്തേണ്ടതുണ്ട്. നിലവിൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സുജു നിലവിൽ ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്ന വിവരങ്ങൾ? ഒപ്പം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. KSEBയും വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ ആ നിലയിൽ കാര്യങ്ങളുമായി മുന്നോട്ടും പോകുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു ഇപ്പോൾ? തീർച്ചയായും അസിത, രാവിലെ 9:15 ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം വാർത്തകൾ പിന്നീടാണ് വരുന്നെങ്കിൽ പോലും ആ സ്കൂളും അതിൻ്റെ സഹപാഠികളും അവരുടെയൊക്കെ ആ മാനസികാഘാതത്തിൽ നിന്ന് ഇപ്പോഴും അവർ വിട്ടുമാറിയിട്ടില്ല. പ്രത്യേകിച്ച് കുരുന്നിൻ്റെ അല്ലെങ്കിൽ ആ പയ്യൻ്റെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം മന്ത്രി V ശിവൻകുട്ടിയും അതുപോലെ KM ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഏറെ വേദനാജനകമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി 9:15 സംഭവം നടക്കുമ്പോൾ ഈ സ്കൂളിനോട് ചേർന്ന സൈക്കിൾ ഷെഡുണ്ട്. അതിൻ്റെ മുകളിൽ കയറി ചെരുപ്പ് എടുക്കാൻ വേണ്ടി മറ്റൊരു വിദ്യാർത്ഥിയുടെ ചെരുപ്പാണെന്നാണ് അധ്യാപകർ പറഞ്ഞത്. അതെടുക്കാൻ ശ്രമിക്കുകയും അതിനിടയിൽ തെന്നി വീഴാൻ മറ്റോ ഉണ്ടാകുമ്പോഴാണ് ഈ വൈദ്യുതി കമ്പിയിൽ പിടിക്കുകയും വൈദ്യുതി ആഘാതമേൽക്കുകയും ഈ ദാരുണമായ മരണം സംഭവിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രധാനമായി അന്വേഷണം നടക്കുന്ന 3 അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് KSEBയുടെ ഭാഗത്തുനിന്ന്, മറ്റൊന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കുന്നുണ്ട്, മറ്റ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ സ്കൂളിനുള്ളിൽ കൂടെ ഒരു വൈദ്യുതി ലൈൻ കടന്നു പോകുമോ, വൈദ്യുതി കമ്പി കടന്നു പോകുമോ എന്ന് പറഞ്ഞാൽ അപകടം പിടിച്ച കാര്യം തന്നെയാണ്. അതിനൊരു പ്രത്യേക സാഹചര്യമുണ്ടെന്നാണ് സ്കൂൾ മാനേജ്മെൻറ്റ് പറഞ്ഞത്. കോടതി ഉത്തരവുകളൊക്കെ ഉണ്ടെന്നും ചില അഭിമുഖങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തായാലും സമീപത്ത് ഉന്നതിയിലേക്കാണ് ആ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്, സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല. എന്തായാലും ആ കാര്യം അവിടെ നിൽക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുള്ള എന്ന കാര്യത്തിൽ സ്കൂൾ അധികൃതർ പറയുന്നത് ഇത് സുരക്ഷാ കമ്മിറ്റി സ്കൂളിൽ കൂടിയപ്പോൾ ഈ വർഷം ആദ്യം കൂടിയപ്പോൾ ഇക്കാര്യം KSEB അധികൃതരോട് പറയുകയും അവർ അത് കേബിൾ വലിക്കാമെന്ന അതുവഴി ഇത് മാറ്റി കേബിൾ വലിക്കാമെന്ന് വാക്കാൽ ഉറപ്പ് കൊടുത്തു എന്നാണ് സ്കൂൾ പറഞ്ഞത്. എന്തായാലും ഈ കാര്യത്തിൽ അങ്ങനെ ഒരു വാദമാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ആശങ്കകൾക്കിടയില്ലാതെ കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. വീഴ്ചയുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാവും, അനാസ്ഥ ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാവും. ഇവിടെ പരിശോധിക്കപ്പെടുന്ന KSEBയുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു വൈദ്യുതി കമ്പി വലിച്ചതിൽ അല്ലെങ്കിൽ അത് പിന്നീട് കേബിളാക്കി മാറ്റുന്ന സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ? സ്കൂൾ അധികൃതർ യഥാസമയം
ഇത് KSEB അറിയിച്ചിട്ടുണ്ടോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന് സുരക്ഷാ ഓഡിറ്റ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശപ്രകാരം നടത്താറുണ്ട്. ആ പഞ്ചായത്തിന് സുരക്ഷാ സർട്ടിഫിക്കറ്റ് സ്കൂൾ നൽകേണ്ടോ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടോ? ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയപ്പോൾ ഈ കാര്യങ്ങൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ? എന്തായാലും ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ അന്വേഷണത്തിലൂടെ വ്യക്തമാക്കുള്ളൂ. കോവൂർ കുഞ്ഞുമോൻ MLA ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അന്വേഷണങ്ങൾ നടക്കുകയാണ്, അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവരെ ആ കുറ്റം അംഗീകരിക്കുകയും അവർക്ക് നടപടി വേണമെന്നാണ് MLAയും പറഞ്ഞു വെക്കുന്നത്. അസിത. ശരി, സുജു ടി ബാബുവാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഞാൻ മറ്റു പ്രതിനിധികളിലേക്ക് കൂടി പോകുകയാണ്. ശ്രീ ഷാഫി, ഒരധ്യാപകനും ഒരു മാനേജ്മെൻറ്റും ഒരു വകുപ്പും ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ജീവൻ അത് അപകടത്തിൽപ്പെട്ടു പോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് സ്വയം കരുതുകയൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇങ്ങനൊരു അനിഷ്ട സംഭവം ഉണ്ടായി, ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ആ സ്കൂളിലെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരുപക്ഷെ ഈ ഷെഡ് പണിഞ്ഞതിന് ശേഷമായിരിക്കണം ഒരു വിടവ് ഈ ക്ലാസ് മുറിയും മേൽക്കൂരയും തമ്മിലുണ്ട്. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കാനായിരിക്കണം കുറച്ച് പലകയൊക്കെ അവിടെ വെച്ച് മറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മറികടന്നാണ് ആ കുഞ്ഞങ്ങോട്ടേക്ക് പോയത്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ചെറിയ കുട്ടികളാണല്ലോ, അപ്പോൾ അവർക്ക് എവിടേക്ക് പോകണം എവിടേക്ക് പോകരുതെന്ന് അറിയില്ല. ചിലപ്പോൾ അറിയാമെങ്കിൽ പോലും അതൊന്നും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രായവുമായിരുന്നില്ല. അപ്പോൾ ആ കുട്ടികളെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടിയൊക്കെ ജാഗ്രത പാലിക്കണമായിരുന്നു അല്ലേ? തീർച്ചയായും 37 ലക്ഷത്തോളം കുട്ടികൾ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾ ചിലപ്പോൾ രക്ഷിതാക്കളോട് കൂടെ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വിദ്യാലയത്തിൽ അധ്യാപകരോടും കൂട്ടുകാരോടൊപ്പമാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷിതത്വം എന്നുള്ളത് രക്ഷിതാക്കളുടേതുപോലെ തന്നെയുള്ള ഉത്തരവാദിത്തം അധ്യാപകർക്കുണ്ട്. ഒരു അധ്യാപക സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് സ്വന്തം കുട്ടി മരണപ്പെട്ടതുപോലെയുള്ള ഒരു നിലയിലാണ് ഞങ്ങൾ അധ്യാപകരെല്ലാവരും തന്നെ ഉള്ളത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ തന്നെ വെക്കേഷനിൽ തന്നെ വളരെ കൃത്യമായ ഉത്തരവുകൾ ഇറക്കുകയും ശ്രദ്ധിക്കാൻ ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളോടും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന്, ഒരു വൈദ്യുതി കമ്പി സ്കൂളിൻ്റെ കോമ്പൗണ്ടിലൂടെ കൊണ്ടുപോവുക എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്. ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന് ഒരു ചാനൽ ചർച്ചയിൽ വിശകലനം ചെയ്യപ്പെടേണ്ടതല്ല. അതിനെക്കുറിച്ച് വിവിധ തലങ്ങളിൽ ഡിപ്പാർട്ട്മെൻ്റ് ആകട്ടെ പോലീസാവട്ടെ വിവിധ അന്വേഷണങ്ങൾ നടക്കുകയും കുറ്റക്കാർ ആരായാലും അവർക്കെതിരെ നടപടിയെടുക്കുകയും വേണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ വ്യസനത്തിൽ മിഥുൻ്റെ കുടുംബത്തോടും അവിടെയുള്ള കുട്ടികളോടും സമൂഹത്തോടുമൊപ്പം പങ്കെടുക്കുകയും ചെയ്യുകയാണ് KSTA. ശ്രീ ഷാഫി, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ സാധാരണഗതിയിൽ ഈ സ്കൂളിലെ ഇത്തരം പരിതസ്ഥിതികളൊക്കെ നോക്കി വ്യക്തത വരുത്താറുണ്ടല്ലേ? ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഈ സ്കൂളിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കം കൊടുത്ത കാര്യത്തിലൊക്കെ ചില സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ വൈദ്യുതി ലൈൻ ഇത് വർഷങ്ങളായി അവിടെ തന്നെ ഉള്ളതാണ് എന്നതാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ താങ്കൾ ആ സ്കൂളുമായി ബന്ധപ്പെട്ട അധ്യാപക സംഘടനാ പ്രതിനിധികളൊക്കെ ഉണ്ടാകുമല്ലോ ചിലപ്പോൾ അവിടെ, അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു? ഈ വൈദ്യുതി ലൈൻ അത് ശ്രദ്ധയിൽപ്പെടാതെ പോകുകയായിരുന്നോ, അതോ ഇത്ര വർഷമായി അവിടെ ഉണ്ടായിരുന്നു, അത് ഇതുവരെ ഒരു അപകടവും ഉണ്ടാക്കിയില്ല, അപ്പോൾ ആ നിലയിൽ ഒരു പ്രശ്നമില്ല എന്ന് കരുതിയതാണോ, അതോ നടപടിയൊക്കെ KSEBയുടെ അടക്കം ആവശ്യപ്പെട്ട് കാത്തിരിക്കുകയായിരുന്നു? അങ്ങനെ എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ? സ്കൂൾ ജാഗ്രതാ സമിതി എന്നുള്ളൊരു സമിതി നിലവിലുണ്ട്. ആ സമിതി ഈ സ്കൂളിലും ചേർന്നിട്ടുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് വിവരം കിട്ടിയത്, അതിൽ KSEBയുടെ പ്രതിനിധികളടക്കം പങ്കെടുത്തുകൊണ്ടാണ് ആ സമിതി ചേർന്നിട്ടുള്ളത് എന്നാണ്. ആ സമിതിയിൽ വെച്ച് ഈ ഇലക്ട്രിക് ലൈനിൻ്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിക്കപ്പെടുകയും അത് പരിഹരിക്കാൻ നടപടികളെടുക്കാമെന്ന് KSEBയിലെ പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ടെന്നും ആണ് എനിക്ക് സ്കൂളിൽ നിന്നും വിവരം കിട്ടിയത്. അതാണ് ആ സമിതി സംബന്ധിച്ച് ഉള്ള ഒരു അറിയിപ്പ് ഉള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം ഇപ്രാവശ്യത്തെ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം ഓരോ പോയിന്റുകളും കൃത്യമായി കാണിച്ചുകൊണ്ടുള്ള ഉത്തരവുകളാണ് ഉണ്ടായത്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അത്രമാത്രം ജാഗ്രതയോടുകൂടിയാണ് ഗവൺമെൻറ് ഏറ്റെടുത്തത്. എന്നാൽ 37 ലക്ഷം കുട്ടികൾ പഠിക്കുന്ന ഈ മേഖലയിൽ ഒരു കുട്ടിയുടെ മരണം അങ്ങേയറ്റം വ്യസനകരമാണ്. അതിന് പകരമൊന്നുമാവില്ല. KSTA ഇപ്പോൾ ആ കുടുംബത്തിന് 10 ലക്ഷം ധനസഹായം നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അവസരത്തെ മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ചില ആളുകൾ ഉപയോഗിക്കുന്നതായിട്ടാണ്
ഈ അതിനുശേഷം അവിടെ നടക്കുന്ന പത്രങ്ങളിൽ കാണുന്ന, നാട്ടിൽ കാണുന്ന പ്രതികരണങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. അത് തീർച്ചയായും ഒരു പക്വതയുള്ള നിലപാടല്ല എന്നുള്ളത് കൂടി ഞാൻ ഈ സമയത്ത് പറയുകയാണ്. ശരി, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ സേനാപതി വേണു, ഇവിടെ ഒരു ദാരുണ സംഭവത്തിൻ്റെ മുഖത്ത് നിന്നാണ് നമ്മൾ ഈ വിഷയത്തെ കാണുന്നത്. വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നമ്മളെങ്ങനെ അതിനെ അഭിസംബോധന ചെയ്യണം എന്നൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. ഇന്ന് വലിയ പ്രതിഷേധമൊക്കെ അവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തി, അത് സ്വാഭാവികവുമാണ്. അന്വേഷണ റിപ്പോർട്ട് പ്രാഥമികമായി ലഭിച്ചു എന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രതികരണത്തിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾ കാണുന്നത്? എങ്ങനെയുള്ള നടപടികളാണ് പ്രതീക്ഷിക്കുന്നത്? അക്ഷിത, ഇതിനെ നമ്മൾ എന്താ പറയുക, അക്ഷിത ഈ ചർച്ചയ്ക്ക് തന്നെ വിളിക്കുമ്പോൾ ഞാൻ അത്തരം ഒരു മാനസികാവസ്ഥയിലായിരുന്നു. കാരണം ഇതിൽ പങ്കെടുക്കണോ എന്ന് പോലും. 13 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ മരണം, അത് ദുഃഖിപ്പിക്കാത്ത ഒരു മനുഷ്യനായി പിറന്ന ഒരാൾക്കും എന്താ പറഞ്ഞ് വേദനിക്കാതെ നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല. ഞാനിവിടെ ഷാഫി പറഞ്ഞത് വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം, ഇതിലാരൊക്കെയോ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ അക്ഷിത, നമ്മൾ അറിയേണ്ടത്, കഴിഞ്ഞ മെയ് മാസം 13-ാം തീയതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസിൻ്റെ ഒരു സർക്കുലർ ശ്രീ ഷാഫിയും കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ സർക്കുലറിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, സ്കൂൾ കോമ്പൗണ്ടിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈനുകൾ, സ്കൂൾ കോമ്പൗണ്ടിലോ പരിസരത്തോ നിൽക്കുന്ന ടെലഫോൺ പോസ്റ്റുകൾ, സ്റ്റേ വയറുകൾ, സ്കൂൾ പരിസരത്തുള്ള ട്രാൻസ്ഫോർമറുകൾ, ഇത് സുരക്ഷിതമായിട്ട് ഉണ്ടോ എന്ന് സ്കൂൾ മാനേജ്മെൻറ്റും സ്കൂളിൻ്റെ ചുമതലക്കാരനും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വപ്പെട്ട ആളുകളും പരിശോധിക്കണമെന്നുള്ള സർക്കുലർ മെയ് മാസം 13-ാം തീയതി പുറപ്പെടുവിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ വിനയപൂർവമായൊരു ചോദ്യം, ഇങ്ങനെ ഒരു സർക്കുലർ കിട്ടുമ്പോൾ ആ സ്കൂളിന് നേതൃത്വം കൊടുക്കുന്നയാൾ, അധ്യാപകർ, മാനേജ്മെൻറ്റ്, ആരും ഈ ഒരു സർക്കുലർ കിട്ടുമ്പോൾ അവരതൊന്ന് വായിച്ചിട്ട്, ഞങ്ങളുടെ കോമ്പൗണ്ടിനുള്ളിൽ കൂടെ അപകടകരമായ രീതിയിൽ ഒരു ലൈൻ കടന്നു പോകുന്നുണ്ടല്ലോ, അത് പറഞ്ഞിരിക്കുന്നത് ഷാനവാസിന്റെ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് മെയ് 27-ാം തീയതി, കാരണം ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് തന്നെ അത് പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലർ കിട്ടിയിട്ട് ആ സർക്കുലറിൽ ഒരു നടപടിയും ഈ സ്കൂൾ അധികൃതർ സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യത്തെ കുറ്റവാളികൾ ആരാണ് അക്ഷിത? ആദ്യത്തെ കുറ്റവാളി ആരാണ്? ആ സ്കൂളിന്റെ നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെന്റ്, അതിന്റെ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ. കാരണം ഇവിടെ മന്ത്രിയുടെ എന്താ പറഞ്ഞ ഈ കാര്യത്തിലുള്ള നിർദ്ദേശത്തെക്കുറിച്ചും ഷാഫി സൂചിപ്പിച്ചു. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം കർശനമായി മെയ് മാസം 27-ാം തീയതി, കാരണം ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഈ കാര്യത്തിൽ നടപടി സ്വീകരിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കണം. അപ്പൊ എന്ത് നടപടിയാണ് ഇവർ സ്വീകരിച്ചത്? ഇവരൊരു നടപടിയും സ്വീകരിച്ചില്ല. ആ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം ഞാൻ പറയുമ്പോൾ അക്ഷിത, അത് രാഷ്ട്രീയമല്ല. ഈ സ്കൂളിന്റെ മാനേജർ, ഞാൻ ഇപ്പോ അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയമല്ല, CPM പാർട്ടിയുടെ അവിടുത്തെ പ്രദേശത്തെ ഉന്നതനായ ഒരു നേതാവും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുമാണ്. അവർ നേതൃത്വം കൊടുക്കുന്ന സ്കൂളിൽ അവിടെ ചട്ടങ്ങളൊന്നും ആർക്കും ബാധകമല്ലല്ലോ. അത് ബാധകമല്ലാത്തത് കൊണ്ടല്ലേ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറപ്പെടുവിച്ച ഒരു ഉത്തരവിനെ പുല്ലുവില പോലും കണക്കാക്കിക്കൊണ്ട്. ഇനി വേറൊന്നുകൂടി ശ്രീ സേനാപതി വേണു, ഇപ്പോൾ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എനിക്കറിയാം, ഞാൻ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് താങ്കളെ വിളിക്കുമ്പോൾ താങ്കൾ ആദ്യം ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ച അതേ മനസ്ഥിതി, അതേ മനോനില താങ്കൾ എന്നോട് വ്യക്തിപരമായും പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാനും താങ്കളോട് പറഞ്ഞു, ഒരു തീവ്രമായ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട ഒരു വിഷയമല്ല ഇത് എന്നുള്ള ബോധ്യം നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്, ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കാണുന്നവർക്കുമുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യത്തിൽ അല്പം വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇത് അതിവൈകാരികമായ ഒരു വിഷയം കൂടിയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ CPIM നേതൃത്വം കൊടുക്കുന്നതാണെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ അല്ല ശ്രീ സേനാപതി വേണം, അതിലൊന്ന് വ്യക്തത വരുത്തി പോകാമെന്ന്. ഞാൻ തർക്കത്തിനല്ല കേട്ടോ, വാസ്തവത്തിൽ ഞാൻ തർക്കിക്കാനേ അല്ല പറയുന്നത്, വ്യക്തതയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഈ സ്കൂൾ, കൊല്ലത്തെ തേവലക്കര ബോയ്സ് സ്കൂൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ കൊല്ലം ജില്ലയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ്, അറിയപ്പെടുന്ന സ്കൂളുമാണ്. ഇങ്ങനെ ഒരു അപകടം നടക്കുമ്പോഴാണ് ഇതിന്റെ മാനേജ്മെന്റ് ആരാണ് എന്നുള്ളതൊക്കെ ഞാൻ പോലും പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഇതൊരു ജനകീയ സമിതിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് നമ്മൾ കാണുന്നത്, അറിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇതിൽ വ്യത്യസ്ത രാഷ്ട്രീയ വിഭാഗത്തിലുള്ളവർ ഉണ്ടാകാം, താങ്കൾ പറഞ്ഞതുപോലെ CPM-കാരുണ്ടാകാം, അതോടൊപ്പം തന്നെ കോൺഗ്രസോ BJP ഒക്കെ ഉണ്ടാകാം, അറിയില്ല നമുക്ക്. പക്ഷേ അതുകൊണ്ടുകൂടിയാണ് ഇതിലൊരു ആ നിലയിൽ CPM നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണ് ഇടപെടൽ ഉണ്ടായത്, അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇല്ലാതിരുന്നിട്ടും ആ സ്കൂളിന് പ്രവർത്തിക്കാനായത് എന്നുള്ളൊരു വാദം, ഒരു പഴിചാരൽ, അത് ശരിയാണോ ശ്രീ സേനാപതി വേണു? ചിലപ്പോൾ മറ്റുള്ളവരും ഉണ്ടാകില്ലേ ആ ജനകീയ സമിതി? ഞാനൊരു വേറൊരു കാര്യം ചോദിക്കുന്നു. അവിടെ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകര്
വൈദ്യുതിയെക്കുറിച്ചൊക്കെ നമ്മൾ അതിൻ്റെ ഒരു എന്താ പറഞ്ഞ പ്രസരണം, ഇത് ചാലകം എന്നൊക്കെ നമ്മൾ എന്താ പറഞ്ഞ ഒരു 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമാണല്ലോ. അവിടെ ഇത് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അറിയത്തില്ലേ ഇങ്ങനെ ഒരു ഷെഡിന്റെ മുകളിൽ കൈയെത്തുന്ന ദൂരത്തിൽ പോകുന്ന ഒരു വൈദ്യുതി ലൈൻ അത് അപകടകരമാണ് എന്ന് അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു എന്താ പറഞ്ഞാൽ അതിനെന്തെങ്കിലും നമുക്ക് ഒരു പ്രത്യേക പഠിപ്പോ അറിവോ വല്ലതും വേണോ? അതൊക്കെ ഒരു മനുഷ്യന്റെ പ്രായോഗികമായ ഒരു കാര്യത്തിലുള്ളതല്ലേ. അത് മാറ്റാനായിട്ട് ശ്രമിക്കാത്തതും ശ്രദ്ധിക്കാത്തതും ഉണ്ടാക്കിയ ഒരു ദുരന്തം. നമ്മളിത് ആരോട് സമാധാനം പറയും അക്ഷിത? ആ കുട്ടിയുടെ അമ്മ വിദേശത്ത് എവിടെയോ ആണ്, അവര് തുർക്കിയിൽ അവര് നിൽക്കുന്ന അവരുടെ എന്താ പറഞ്ഞ സ്പോൺസറുടെ കൂടെ യാത്ര പോയിരിക്കുന്നു. അവരുടെ ഒരു മാനസിക സന്തോഷത്തിന് അവർ പോയിരിക്കുന്നു. അവരിപ്പോ വിവരം അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. 13 വയസ്സുള്ള ഒരു കുട്ടി, അവരുടെ വീട് കണ്ടാൽ അറിയത്തില്ല. എത്രയോ എന്താ പറഞ്ഞ നിർധനരായ ആള്. അപ്പൊ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അവർ സാഹസികത കാണിക്കുന്നേ. ആ സാഹസികത ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. സ്കൂളിന്റെ മതിലുകൾ സുരക്ഷിതമായിരിക്കണം. ചാഞ്ഞോ ചെരിഞ്ഞോ നിൽക്കുന്ന മരം അത് കുട്ടികളുടെ ശരീരത്തോ വീഴാതിരിക്കാൻ ഉള്ള സുരക്ഷാ നടപടികൾ ഇത് എടുക്കണം എന്ന് ഗവൺമെന്റ് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുമ്പോഴും അതിൽ വീഴ്ച വരുത്തുന്ന ആളുകൾ. മറ്റൊരു കാര്യം കൂടി ഇവിടെ ഷാഫി പറഞ്ഞതിന് ഞാൻ കൂട്ടിച്ചേർക്കുക. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്ന കമ്മിറ്റി ഈ ലൈൻ കടന്നു പോകുന്നു. 40 കൊല്ലമായിട്ടുള്ള ലൈനാണ്. 8 കൊല്ലോ 9 കൊല്ലമായിട്ട് അതിന്റെ അടിയിൽ ഷെഡും പണിതുന്നു. ഈ ലൈൻ ഇതുപോലൊരു സർക്കുലർ വന്ന് ചൂണ്ടിക്കാണിച്ചതിന് ശേഷവും ഇത് മാറ്റാൻ തയ്യാറാകാത്ത ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാര്, അവർക്കെതിരെ ക്രിമിനൽ നടപടിയല്ലേ സ്വീകരിക്കേണ്ടത്? ഈ സ്കൂൾ മാനേജ്മെന്റും സ്കൂളിന്റെ അധികൃതരും ദേ ആർ ലൈബിൾ. അവര് ക്രിമിനലി ലൈബിൾ ആണ്. ആ ലൈബിലിറ്റി ഇത് നമ്മൾ ആരെയെങ്കിലും പറഞ്ഞു. ഇപ്പം നെല്ലിമറ്റത്ത് ഒരു സ്കൂളിൽ 5-6 വർഷം മുമ്പ് സ്കൂൾ ബസിന്റെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. വഴി സൈഡിൽ നിന്നതാ. നാച്ചുറൽ കലാമിറ്റിയാ, നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഗവൺമെന്റ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിങ്ങളുടെ സ്കൂളിലും സ്കൂളിന്റെ പരിസരത്തോടെയും പോകുന്ന വൈദ്യുതി ലൈനുകൾ അപകടകരമാണെങ്കിൽ അത് അടിയന്തരമായി മാറ്റണമെന്ന് മുന്നറിയിപ്പ് നിൽക്കുമ്പോൾ ആ മുന്നറിയിപ്പ് വന്ന് 30 ദിവസമോ 40 ദിവസമോ കഴിയുമ്പോൾ അവിടെ അപകടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ കലാമിറ്റി അല്ലല്ലോ, അത് അനാസ്ഥയാണ്. ശരിയാണ് ശ്രീ സേനാപതി വേണു, അങ്ങനെ ഒരു അനാസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തവുമാണ്. ശ്രീ ഗോപൻ, ഇവിടെ ഇപ്പോൾ ശ്രീ സേനാപതി വേണു പറഞ്ഞതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെ ഒരു നിർദ്ദേശമുണ്ട്. മന്ത്രി തന്നെ ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ് മന്ത്രിക്ക് ഈ സ്കൂളിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും സംശയം ഉന്നയിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച ഇവിടെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്, മാനേജ്മെന്റ് പറയുന്നുണ്ട് KSEBക്ക് പരാതിയായി അറിയിച്ചിരുന്നു, അവർ ആ ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിൽ ഇടപെടൽ നടത്താത്തതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം വർഷമായുള്ള സ്കൂളാണ്, ആ ലൈനും അതുവഴി തന്നെ പോകുന്നത് വർഷങ്ങളായാണ്. ഈ ഷെഡ് പണിതിട്ടും 8 വർഷമായിട്ടുണ്ട്. പക്ഷേ KSEBക്ക് അവിടെ അനാസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലൈൻ ഇപ്പോൾ ശ്രീ ഷാഫി പറഞ്ഞത് അനുസരിച്ച് ഈ സ്കൂൾ ജാഗ്രതാ സമിതിയിൽ KSEBയുടെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവർക്കിത് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നുണ്ട്, KSEBയും സ്കൂൾ മാനേജ്മെന്റും. പക്ഷേ നഷ്ടപ്പെട്ടത് ഒരു ജീവനാണ്, ഒരു 13 വയസ്സുകാരനാണ്. എത്ര പ്രതീക്ഷയോടെ ആയിരിക്കണം അവനെ ആ വീട്ടുകാർ രാവിലെ സ്കൂളിലേക്ക് വിട്ടത്, അവൻ എത്ര സന്തോഷത്തോടെ ആയിരിക്കണം ആ കുട്ടികളോടൊപ്പം ഒരുമിച്ച് കളിച്ചത്. പക്ഷേ അവനെ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അത് സഹിക്കാനാകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ ഇനി എന്താണ് ഉണ്ടാകേണ്ടത്, ഈ വിഷയത്തിൽ എന്താണ് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഇതിലൊരു ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ലേറ്റായിട്ടാണ് കയറിയത്. അതുകൊണ്ട് ഈ എൻ്റെ ബഹുമാന്യരായ സഹപാനലിസ്റ്റുകൾ വെച്ച നിഗമനങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടുന്ന് ഇപ്പോൾ ചോദ്യം വന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ, ഇത് സ്കൂളിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് 100 വർഷത്തിലേറെയാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമാണ്. കുറച്ച് കൃത്യമായി പറഞ്ഞാൽ മലയാള ഭാഷാ പണ്ഡിതനായ ഡോക്ടർ ശൂരനാട്ട് കുഞ്ഞമ്പിള്ള സാർ ഇവിടെ ഏകദേശം 15 കിലോമീറ്റർ കാൽനടയായി വന്ന് പഠിച്ച സ്കൂൾ കൂടിയാണ്. അതുപോലെ ഹൈക്കോടതി അഭിഭാഷകർ, ചില എഴുത്തുകാർ, വളരെ പ്രധാനപ്പെട്ട പ്രഗത്ഭരായ കോളേജ് അധ്യാപകർ, വലിയ ഉദ്യോഗസ്ഥരൊക്കെ ഈ സ്കൂളിൻ്റെ ഭാഗമായി ഉണ്ടായ ഉൽപ്പന്നങ്ങളാണ്. ഈ സ്കൂളിൽ ഇതിൻ്റെ പിറകുവശത്ത് അക്കാലത്ത് വളരെ ദുർബലരായ ആളുകളാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഇലക്ട്രിസിറ്റി വന്നപ്പോൾ ആ പിറകുവശത്തെ സ്കൂളിൻ്റെ പിറകുവശത്ത് താമസിക്കുന്നവർക്ക് കറണ്ട് കണക്ഷൻ കിട്ടാത്തതിൻ്റെ ഒരു പരാതിയുമായിട്ട് ഇവർ മാനേജ്മെൻറ്റിനെ സമീപിച്ചിരുന്നു. ഇനി മാനേജ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ ഇത് ഒരു വ്യക്തി മാനേജ്മെൻറ്റ് സ്കൂൾ തന്നെയായിരുന്നു പണ്ട്. ഒരു 35-40 വർഷം മുമ്പ് MLAയും CPM നേതാവുമായിരുന്ന ബഹുമാനപ്പെട്ട CP കരുണാകരൻപിള്ള എന്നയാൾ, അല്ലെങ്കിൽ CP ആശാൻ എന്നാണ് അദ്ദേഹത്തെ എല്ലാ തലമുറയിൽപ്പെട്ടവർ വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം സുപ്രീം കോടതിയിൽ വരെ പോയി കേസ് നടത്തി ഈ വ്യക്തി മാനേജ്മെൻറ്റിൻ്റെ അതിനകത്തുള്ള നിയമപരമായ
പിന്നെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇത് പൊതുജനങ്ങളുടെ ഒരു കമ്മിറ്റിക്ക് ഈ സ്കൂൾ വീണ്ടെടുത്ത് കൊടുത്തു. അങ്ങനെ സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് ഒരു പൊതുജന കമ്മിറ്റി വരുന്നത്. അത് CPM പ്രവർത്തകർക്ക് മുൻതൂക്കമുണ്ടെന്നുള്ളതല്ലാതെ അത് CPMൻ്റെ ഒരു പാർട്ടി ഘടകത്തിൻ്റെ ഭാഗമായ സ്കൂളുമല്ല. ഉദാഹരണത്തിന് ആ കമ്മിറ്റി അംഗങ്ങളെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പിൽ വരുന്നവരാരുമില്ല, പ്രാദേശിക നേതൃത്വത്തിൽ വരുന്നവരാണ് ഉള്ളത്. അതുപോലെ പാർട്ടി മെമ്പർഷിപ്പിലില്ലാത്തവരും ആ സ്കൂളിൻ്റെ കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. ഈ സ്കൂള് നമ്മുടെ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കുന്ന സ്കൂളും ആ സ്കൂളിൻ്റെ വരവിൻ്റെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് അവിടെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന സ്കൂളുമാണ്. ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങളുണ്ട്, ക്ലാസ് റൂമുകളുണ്ട്, മതിയായ ഫർണിച്ചറുകളുണ്ട്, അതൊക്കെ ഉണ്ട് ആ സ്കൂളിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്കൂൾ മാനേജ്മെൻറ്റിന് മുമ്പിൽ അക്കാലത്ത് അതിൻ്റെ പിറകുവശത്ത് താമസിച്ചിരുന്നവരുടെ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഈ ഇലക്ട്രിക് കണക്ഷൻ അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് വേറൊരു വഴി കൂടെ കണക്ഷൻ കിട്ടാൻ അന്ന് സാധ്യതയില്ല. അങ്ങനെ ഒരു 35 കൊല്ലം മുമ്പ് അവർക്ക് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഒരു 10 കൊല്ലം മുമ്പ് ഈ പ്രധാനപ്പെട്ട കെട്ടിടത്തിൻ്റെ, അന്നത്തെ പഴയകാല കെട്ടിടം എന്ന് പറഞ്ഞാൽ സെമി ഓപ്പണാണ്, പകുതി ഭിത്തിയുണ്ട്, പകുതി പലകയടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പകുതി ഭിത്തിയുടെ പൊക്കത്തിൽ വെച്ചിട്ട് ഒരു ചരിപ്പ് അവർ ഇറക്കിയിട്ടുണ്ട്. ആ ചരിപ്പാണ് ഒരു ഷെഡ്, ഒരു ചരിഞ്ഞ മേൽക്കൂരയുള്ള ഷെഡ്. അതിനകത്താണ് സൈക്കിൾ സൂക്ഷിക്കുന്നത്. അതിനോട് ചേർന്നാണ് സ്കൂളിനകത്തുള്ള പ്രധാനപ്പെട്ട ഗ്രൗണ്ട്. വേറെ ഗ്രൗണ്ട് വെളിയിലുണ്ട്, പക്ഷേ അകത്തുള്ള ഗ്രൗണ്ട് ഇവിടെയാണ്. ആ ഗ്രൗണ്ടിൽ നോട് ചേർന്നുള്ള കെട്ടിടത്തിൽ ഇറക്കിയിരിക്കുന്ന ഈ സ്കൂൾ ഷെഡ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഷെഡിൻ്റെയും ഇലക്ട്രിക് ലൈൻ്റെയും കൂടെ അകലത്തിൽ കുറവ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ചാനലുകളിലെ എല്ലാ വിഷ്വൽസും അത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ വന്ന ഒരു സംഭവമാണിത്. അതിൽ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളുടേതായ ഒരു കുസൃതിയും അവരുടേതായ ഒരു നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ കുറച്ച് ആവേശമൊക്കെ വരും. അതിൻ്റെ ഭാഗമായി ആ കുട്ടികൾ തമ്മിൽ ചെരുപ്പെറിഞ്ഞ് കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ഷെഡിൻ്റെ മുകളിൽ ചെരുപ്പ് ചെന്ന് വീഴുകയാണ്. അപ്പോൾ ഇവൻ സ്കൂളിനകത്ത് പോയി കെട്ടിടത്തിനകത്തുകൂടി ബെഞ്ചും ഡെസ്കും എടുത്തിട്ട് ഉയർത്തിയിട്ട് ഈ സെമി ഓപ്പൺ ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇവിടെ വലിഞ്ഞിറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു സത്യത്തിൽ ഞാൻ നേരത്തെ ഈ ഒരു മനോഭാവത്തിൽ വർത്തമാനം പറയാൻ പറ്റുന്നൊരു പരിവല്ലായിരുന്നു. കാരണം ഞാൻ ജില്ലാ പഞ്ചായത്തിൽ വെച്ച് ഇത് അറിയുന്നു, എല്ലാ മീറ്റിങ്ങും പരിപാടിയെല്ലാം ഒഴിവാക്കിയിട്ട് സ്കൂളിൽ ചെല്ലുന്നു. സ്കൂളിൽ ചെന്നതിന് ശേഷം അവിടുത്തെ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതെല്ലാം കണ്ടു. പലതരത്തിലുള്ള അന്വേഷണവും കാര്യങ്ങളും നടത്തിയിട്ട് ഞാൻ നേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അവിടെ പങ്കെടുക്കുന്നു. ആ കുഞ്ഞിനെ ഞാൻ അപ്പോഴാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ കുട്ടി എൻ്റെ ഡിവിഷനിൽപ്പെട്ട കുട്ടിയാണ്. സാമാന്യം ദുർബലമായൊരു കുടുംബത്തിലെ അംഗമാണ്. ഈ കുട്ടിയെ കിടക്കുന്നത് കണ്ടിട്ട് കടുത്ത മാനസിക വിഷമം ഇപ്പോഴും അത് മനസ്സിൽ നിന്ന് വിട്ടുമാറുന്നില്ല. കാരണം 13 വയസ്സെന്ന് ചാനലുകളൊക്കെ പറയുമ്പോഴും അവനെ കണ്ടാൽ അവൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും ഒരു 8-10 വയസ്സിൽ താഴെ മാത്രം തോന്നിക്കുന്ന വളരെ ഉറങ്ങിക്കിടക്കുന്ന ഒരു പിഞ്ചോമനയുടെ മുഖമാണ് മനസ്സിൽ വരുന്നത്. ആരെ കുറ്റപ്പെടുത്തിയാലും ആരുത്തരവാദിയായാലും ഇത് ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. പിന്നെ അതിൽ എടുത്തൊരു കാര്യം, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയും വളരെ പോസിറ്റീവായൊരു നിലപാടെടുത്തിട്ട് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും ഇതിൽ ഉത്തരവാദികളായവർ ശിക്ഷിക്കപ്പെടുമെന്ന് സമൂഹത്തിന് ഉറപ്പ് നൽകാനും കഴിഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും ശ്രീ ഗോപൻ, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അതിന് മുൻപ് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ താങ്കൾ ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സേനാപതി വേണു കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹവും ഒരു രാഷ്ട്രീയ ആരോപണത്തിലേക്കൊന്നും അതിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ കേൾക്കുന്ന 1-2 കാര്യങ്ങൾ, അതിൽ ചില വ്യക്തത കൂടി വരുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ. കാരണം ഇത് അതിവൈകാരികമായ ഒരു വിഷയമാണ്, ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ തേവലക്കര സ്കൂൾ എനിക്കറിയാം കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ്. പക്ഷേ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോഴാണ് ഇതിന്റെ മാനേജ്മെന്റ് ആരാണ് എന്നതൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ജനകീയ കമ്മിറ്റി നയിക്കുന്നതാണ് എന്ന് കാണുകയാണ് ഇപ്പോൾ. പക്ഷേ പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ആരോപണം ഇത് CPIM ആണ് ഇതിന്റെ മാനേജ്മെന്റ്, അതുകൊണ്ടാണ് ഈ അനധികൃതമായി അതുവഴി ലൈൻ പോലും കടന്നു പോകാനുള്ള അനുവാദം ഉണ്ടായതെന്നുള്ളതാണ്. താങ്കൾ അത് വിശദീകരിച്ചു, പക്ഷേ അതിൽ അല്പം കൂടി വ്യക്തത വേണം. ആ ജനകീയ കമ്മിറ്റിയിൽ ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പെട്ടവർ പ്രതിനിധികളായി ഉണ്ടാകും. അതിലുപരി ഇത് CPIMന്റെ സ്കൂൾ എന്നൊരു ഒരു നിറം അതിനുണ്ടോ എന്നുള്ളത് ഒന്നാമതായി അറിയേണ്ട കാര്യം. 2, ഇപ്പോൾ താങ്കൾ ആദ്യഘട്ടത്തിൽ വിശദീകരിച്ചപ്പോൾ ആ സ്കൂളിന് പിൻവശത്തുള്ള വീടുകളിലേക്ക് വൈദ്യുതി കണക്ഷൻ പോകുന്ന ലൈനാണ് അതെന്നുള്ളതൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ ഇപ്പോഴും ആ വീടുകളിലേക്ക് കൂടി വൈദ്യുതി എത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണോ ആ ലൈൻ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും, ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്തുകൂടി തന്നെ പോകുന്നത്?
അതെ, ആ സ്കൂൾ കോമ്പൗണ്ടിനകത്തുകൂടി ലൈൻ മാത്രമല്ല, ഇന്ന് അവിടെ വന്നവർക്ക് ബോധ്യപ്പാവും, അതിൻ്റെ ഒരു സൈഡിൽ കൂടി സ്കൂളിൻ്റെ സ്ഥലമെടുത്തിട്ട് ആ പിറകുവശത്തേക്ക് ഈ അടുത്ത കാലത്ത് അവരുടെ വഴി കൂടി വാഹനം പോകത്തക്കവണ്ണം, നടപ്പാത മാത്രമായി ഉണ്ടായിരുന്നത്, വാഹനം പോകത്തക്കവണ്ണം വഴി കൂടി വീതി കൂട്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിറകിലേക്ക് വഴിയും വെളിച്ചവും എത്തിക്കാൻ വേണ്ടി അതിൻ്റെ ഈ സ്കൂളിൻ്റെ ഗുണഭോക്താക്കളും ഈ സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളും ഒക്കെ ആണല്ലോ പരിസരത്ത് താമസിക്കുന്നവർ. മാത്രമല്ല വളരെ സാധാരണക്കാർ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് അതിൻ്റെ പിറകുവശം. അപ്പോൾ അവരുടെയും കൂടി താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ലൈൻ കൊടുത്തിട്ടുള്ളത്. എന്നാൽ അത് കുറച്ചുകൂടി ലീഗലായിട്ടും സുരക്ഷാപൂർണവുമായിട്ടും ചെയ്യേണ്ടിയിരുന്ന ഒരു ഘട്ടത്തിൽ അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ളത് ആർക്കാണ് സമ്മതിക്കുന്നതിൽ ബുദ്ധിമുട്ട്? സത്യസന്ധമായിട്ട് സമ്മതിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീഴ്ച പറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ല. അത് യാഥാർത്ഥ്യത്തോടുകൂടി നമ്മൾ കാണുന്നുണ്ട് അതിനെ. പിന്നെ CPM എന്നുള്ളത് അതിനെ അങ്ങനെ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കരുത്. കാരണം പിന്നെ മിക്കവാറും പല രാഷ്ട്രീയ പാർട്ടികൾക്കും സമുദായ സംഘടനകൾക്കും എല്ലാം ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. ഇതുവരെ ഈ 120ഓളം വർഷത്തെ പഴക്കമുള്ള അല്ലെങ്കിൽ 110ഓളം വർഷം പഴക്കമുള്ള ഈ സ്കൂളിൻ്റെ ഹിസ്റ്ററിയിൽ ഈ സ്കൂളിനെക്കുറിച്ച് എന്തെങ്കിലും അവമതിപ്പുണ്ടായിട്ടുണ്ടോ? വളരെ പ്രഗത്ഭരായ കോൺഗ്രസ് നേതാക്കന്മാർ ആ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ഈ അടുത്ത കാലത്താണ് റിട്ടയർ ആയിട്ടുള്ളത്. ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ഇതര രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അവർക്കെല്ലാം ഈ സ്കൂളിനെക്കുറിച്ച് മതിപ്പാണ്. അവിടെ അധ്യാപകരെ എടുക്കുന്നതും രാഷ്ട്രീയം നോക്കിയിട്ടല്ല. അവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും അധ്യാപകരായിട്ട് ആ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്കൽ കളർ കൊടുക്കണ്ട. ഒരു സാമൂഹ്യ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തി മാന്യമായി നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. വലിയ പ്രയാസപ്പെട്ടാണ് ആ സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അവിടുത്തെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനും പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിനുമുള്ള പൂർണ്ണമായ വരുമാനം അവിടെ ലഭ്യമല്ല. കാരണം അങ്ങനെ ഒരു സംവിധാനത്തിലാണ്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, സംവിധാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, ഏറ്റവും സീനിയർ സ്കൂളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെ നമ്മൾ പൊളിറ്റിക്കൽ കളർ കൊടുക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ നിറം കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇൻറ്റൻഷൻ മാറുകയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും ഇലക്ട്രിസിറ്റി മന്ത്രിയും എടുത്ത നിലപാട്. അതെ, അല്ല, അതിന് മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ താങ്കൾക്ക് ആ സ്കൂളിന്റെ ഘടന കുറച്ചുകൂടി അറിയാവുന്നത് കൊണ്ടാണ് താങ്കളിലേക്ക് ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി ചോദിക്കുന്നത്. നമ്മളിപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഈ പകുതിയുള്ള ഭിത്തി, മേൽക്കൂരയ്ക്കും ഭിത്തിക്കും ഇടയിലായി പലകകൾ അടിച്ചത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പാണ്, വാസ്തവത്തിൽ ചെറിയൊരു ഗ്യാപ്പ് മാത്രമാണ് ഉള്ളത്. അതിനുള്ളിലൂടെയാണ് കുട്ടി ഇറങ്ങിപ്പോകുന്നത്. ഈ ചെറിയ പ്രായമാണല്ലോ, അവർക്ക് അത് അപകടമാണെന്ന് അറിഞ്ഞാൽ പോലും അതൊന്ന് രുചിച്ച് നോക്കാനുള്ള ഒരു താല്പര്യമുള്ളൊരു പ്രായം കൂടിയാണ്. ഇപ്പോൾ സേനാപതി വേണു ചോദിച്ച പോലെ അധ്യാപകർക്ക് അല്പം കൂടി അതിൻ്റെ ഒരു ഗൗരവം അറിയാം. അവർ സ്വാഭാവികമായും ആ കുട്ടികളെ അതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരിച്ചിട്ടുണ്ടാകണം, അല്ലേ? അല്ലാതെ കുട്ടികൾ ആ അപകടത്തിലേക്ക് പോകട്ടെ എന്നൊന്നും ആരും കരുതില്ലല്ലോ. അതെ, അവിടെ അധ്യാപകർ നന്നായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കുന്നവരാണ്. കുട്ടികൾക്ക് അതിനകത്ത് ചെറിയ പരാതി ഉണ്ടെങ്കിലേ ഉള്ളൂ. ചില മീറ്റിങ്ങുകളൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അമിതമായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കുന്നു, ശാസിക്കുന്നു എന്നൊക്കെയുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ. രക്ഷകർത്താക്കൾക്കും അങ്ങനെയാണ്. അതല്ലാതെ അവർ ശ്രദ്ധിക്കാതൊന്നും ഇരിക്കുന്നില്ല. കാരണം ഇവരൊക്കെ തന്നെ ചേർന്ന് വിളിച്ചുകൊണ്ട് വരുന്ന കുഞ്ഞുങ്ങൾ അവിടെ ഉള്ളത്. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ ചേർത്ത് പിടിക്കുന്ന കുട്ടികൾ മാത്രമേ അവിടെ ഉള്ളൂ. അവരുടെ രക്ഷകർത്താക്കളുമായിട്ടും ഈ അധ്യാപകർക്ക് നല്ല ബന്ധമാണുള്ളത്. അങ്ങനെയുള്ള അധ്യാപകരാണ് അവിടെ വരുന്നത്. സാമൂഹിക പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, അവിടെ വളരെ പ്രധാനപ്പെട്ട നേതാവ് പഠിപ്പിച്ചിരുന്ന സ്കൂളാണത്. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് അവിടുന്ന് പെൻഷനായി മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉള്ള സ്കൂളാണ്. അതുകൊണ്ട് അവരൊക്കെ ശ്രദ്ധിക്കാതെ പോയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവ്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വളരെ വിശാലമായ ഒരു ഉത്തരവ് സ്കൂൾ ഓപ്പണിങ്ങിന് മുമ്പ് പുറപ്പെടുവിച്ചിരുന്നു. ആ ഉത്തരവിനെക്കുറിച്ച് ഇന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഞങ്ങളെന്താ ചെയ്തത്? കൊല്ലം ജില്ലയിൽ 169 സർക്കാർ ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളുണ്ട്. ഈ 169ൻ്റെയും പ്രിൻസിപ്പലിനെ HM കൂടി ജില്ലാ പഞ്ചായത്ത് വിളിച്ചിട്ട് ഗവൺമെൻറ് ഇറക്കിയ ഈ സർക്കുലർ അക്കമിട്ട് ഞാൻ തന്നെ വിശദീകരിച്ചു. ഞാൻ അന്ന് 1.5 മണിക്കൂർ എടുത്ത് അവരുടെ മുമ്പിൽ അത് വിശദീകരിച്ചത്. അവരെല്ലാം ക്ലിയറായിട്ട് ഓരോ സ്ഥലത്തും ഇടപെടേണ്ട രീതി, കാരണം ഈ സ്കൂളുകളെ മൊത്തം സർക്കാർ സ്കൂളുകളെ ഞങ്ങൾക്ക് നേരിട്ടറിയാം. ഞാൻ ഈ 169 സ്കൂളിലും പോകുന്ന ആളാണ്, പോയിട്ടുള്ള ആളുമാണ്, നേരിട്ടറിയാം. അതുകൊണ്ട് ഓരോ സ്കൂളിൻ്റെ ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചും അവിടെ ചെയ്തു കൊടുക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ചെയ്തും അക്കാഡമിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി ഹാൻഡ് നോട്ട് തന്നെ, ഞങ്ങളാണെങ്കിൽ വിദ്യാപോഷിണി എന്ന് പറഞ്ഞൊരു ഹാൻഡ് നോട്ട് തയ്യാറാക്കി ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ ടീച്ചർമാർ തയ്യാറാക്കുന്ന ഒരു ഹാൻഡ് നോട്ട് ഉൾപ്പെടെ കൊടുത്തിട്ടാണ് ഇതിലിടപെടുന്നത്. അപ്പോൾ അത്രയും സൂക്ഷ്മമായി ഇടപെടുമ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അങ്ങനെ പൊതുവെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല.
എന്നാൽ ഈ രൂപത്തിൽ വളരെ ചെറിയ സംഭവങ്ങൾക്ക് സാധ്യതകളുണ്ട്. അതാണ് ശ്രീ അതുകൊണ്ട് ഗോപൻ അത് ഇപ്പോൾ ഉണ്ടായ ശ്രദ്ധിക്കാൻ സംഭവത്തിന്റെ വേണ്ടിയിട്ടാണ് സുരക്ഷാ കമ്മിറ്റി കൂടുന്നതും അത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒന്നാണെന്ന് കരുതാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ചില വീടുകൾക്ക് കണക്ഷൻ കൊടുക്കാനാണെങ്കിൽ പോലും അങ്ങനെ ഒരു വൈദ്യുതി ലൈൻ ഈ സ്കൂൾ കോമ്പൗണ്ടിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഈ സ്കൂൾ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സർക്കുലർ ഉണ്ട്, യോഗങ്ങളൊക്കെയും ചേർന്നിരുന്നു. അപ്പോഴും അങ്ങനെ ഒരു സാധ്യത എവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അല്പം കൂടി സുരക്ഷിതമായ കേബിളുകളിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാകാതിരുന്നത്, അങ്ങനെ ഒരു ചിന്ത പോലും? ശരിയാണ്, അത്തരം ഒരു അപ്ഡേഷൻ്റെ ആലോചനകൾ, അങ്ങനെ ഒരു തോട്ട് അവിടെ വന്നില്ല എന്നുള്ളതാണല്ലോ ഈ സംഭവത്തിൻ്റെ കാരണം. തീർച്ചയായിട്ടും അവിടെയാണ് നമുക്ക് എടുക്കേണ്ടത്. എല്ലാ സൂക്ഷ്മവശങ്ങളും പരിശോധിക്കുമ്പോഴും കുറച്ചുകൂടി പ്രകടമായ സാധ്യതയുള്ള ഒരു സംഭവത്തിൻ്റെ മുന്നിലേക്ക് മാനേജ്മെൻറ്റിൻ്റെ കണ്ണ് ചെന്നില്ല, ഇലക്ട്രിസിറ്റിയുടെ കണ്ണ് ചെന്നില്ല എന്നുള്ളത് നമുക്ക് ആ മുഖവിലയ്ക്ക് തന്നെ എടുക്കണം. നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കാം. എന്തിനാണ് എല്ലാത്തിനെയും നമ്മൾ അടച്ച് നിരാകരിക്കുന്നുമില്ല, എല്ലാത്തിനെയും പൊതുവെ അങ്ങ് സ്വീകരിക്കുന്നതുമില്ല. എന്താണ് പറ്റിയ പെശകെന്നുള്ളത് നോക്കിയിട്ട് ഗവൺമെൻറ് 2 മന്ത്രിമാരും അതുപോലെ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയും എല്ലാം അതിൽ ഇന്ന് ഇടപെട്ടു. അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലി ഇത് സംഭവിക്കാതിരിക്കാനും, സംഭവിച്ചവരെ നമുക്ക് പകരം കുഞ്ഞിനെ കൊടുക്കാൻ നമ്മളാരും വിചാരിച്ചാൽ പറ്റില്ല. ആകെ 2 കുട്ടികളാണ് അവർക്കുള്ളത്, ഒരു കുട്ടിയാണ് ഇനിയുള്ളത്. ഇവർ വിദേശത്ത് പണിയെടുത്തിട്ടാണ് ഈ കുടുംബം പോറ്റുന്നത്. ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ, അവരെ ഇനി നാട്ടിലേക്ക് വിട്ട് അലയിക്കാതെ അവർക്ക് സുരക്ഷമായ കൂരയും ഉറപ്പാക്കി അവർക്ക് സുരക്ഷമായ ഒരു ജീവിതം കൊടുക്കാൻ മാത്രമേ ഇനി നമുക്ക് കഴിയൂ. അതിന് നമ്മൾ കൂട്ടായിട്ട് പരിശ്രമിക്കുക. അത് ഗവൺമെൻറ്റിൻ്റെ അക്കാര്യത്തിലുള്ള ഇടപെടൽ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ളത്. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ ഗോപൻ, ശ്രീ ഷാഫി അല്പസമയം കൂടി ചർച്ചയിൽ ഉണ്ടാകൂ എന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട് ഒരു യാത്രയുമായി ബന്ധപ്പെട്ട്. ശ്രീ ഷാഫി, ഈ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അക്ഷരാർത്ഥത്തിൽ വെന്റിലേറ്ററിലായിരുന്നൊരു കാലമുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. അവിടെ നിന്നാണ് 1ാം പിണറായി വിജയൻ സർക്കാർ വന്ന ശേഷം അതൊരു ലക്ഷ്യമായി തന്നെ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുക എന്നുള്ളത് ലക്ഷ്യമായി തന്നെ കൊണ്ടുവന്നൊരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ മാറ്റം പ്രകടവുമാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് സ്വാഭാവികമായും ചെറിയ വീഴ്ചകൾ പോലും പർവ്വതീകരിക്കപ്പെടും, ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. അത് സർക്കാരിനെതിരെ തിരിക്കാനുള്ള ഒരു ആയുധം കൂടിയാകും, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടത് ആ സർക്കാരിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്, ആ സർക്കാരിനെ നിയന്ത്രിക്കുന്നവരുടെയും നേതൃത്വം നൽകുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ തന്നെ ഈ വിഷയത്തെ കാണണം. വാസ്തവത്തിൽ ഇതൊരു പാഠമാണ് അല്ലേ? 9 വർഷം മുമ്പ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഈജിയൻ തൊഴുത്തുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. അവിടെ നിന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെയും വിദ്യാകിരണം പ്രവർത്തനങ്ങളുടെയും കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തിയത്. കേരളത്തിൽ 12,600ഓളം പൊതുവിദ്യാലയങ്ങളാണുള്ളത്. അതിൽ 2/3 എയ്ഡഡ് സ്കൂളുകളാണ്, ബാക്കിയുള്ളവ ഗവൺമെൻറ് സ്കൂളുകളാണ്. ഇടതുപക്ഷ സർക്കാർ ഗവൺമെൻറ് സ്കൂളുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിനോടൊപ്പം തന്നെ എയ്ഡഡ് സ്കൂളുകൾക്കും മാച്ചിങ് ഫണ്ട് അനുവദിക്കാൻ തയ്യാറായിട്ടുണ്ട്. കുറേയേറെ എയ്ഡഡ് സ്കൂളുകൾ അത് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഗവൺമെൻറ് സ്കൂൾ നന്നായപ്പോൾ അതിനോടൊപ്പം മത്സരിച്ച് എയ്ഡഡ് സ്കൂളുകൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഗുണം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികളാണ് അൺഎയ്ഡഡ് മേഖല ഉപേക്ഷിച്ച് നമ്മുടെ മേഖലയിലേക്ക് വന്നത്. ഈ വർഷവും 40,609 കുട്ടികൾ അൺഎയ്ഡഡ് മേഖല ഉപേക്ഷിച്ച് പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ കൊഴിഞ്ഞുപോക്കായിരുന്നെങ്കിൽ തിരിച്ച് വരവാണ്. ഈ സമയത്ത് നാം മുമ്പിലെത്തിക്കഴിഞ്ഞു, 1ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. 1ാം സ്ഥാനത്തോടുമ്പോൾ 1ാം സ്ഥാനം നിലനിർത്തി മുമ്പോട്ട് പോകാൻ കൂടുതൽ വേഗത്തിൽ ഓടേണ്ടതുണ്ട്, കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ തീർച്ചയായും ഇന്നത്തെ ഈ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. കൂടുതൽ ജാഗ്രത വേണമായിരുന്നു. അതാരാണ് ജാഗ്രതപ്പെടേണ്ടത് എന്നുള്ളത് ഞാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല, എൻ്റെ അഭിപ്രായം പറയുന്നില്ല. അതൊരു അന്വേഷണത്തിലൂടെ, സമഗ്രമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ അന്വേഷണം നടക്കട്ടെ. തീർച്ചയായും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേരളം നേടിയ നേട്ടങ്ങൾ ഇന്ന് ദേശീയ തലത്തിൽ അതിൻ്റെ ഗുണമേന്മയിലും നാം 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ പൊതുവിദ്യാലയ കുട്ടികൾ ഗുണമേന്മയിൽ വളരെ മുന്നോട്ടെത്തിയിരിക്കുകയാണ്. അടുത്ത വർഷം ഗവൺമെൻറ് ആണെങ്കിൽ സമഗ്ര ഗുണമേന്മ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. പാഠപുസ്തകങ്ങൾ 400-ലധികം ടൈറ്റിൽ പാഠപുസ്തകങ്ങൾ മാറ്റി എല്ലാം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുട്ടികളുടെ അടുത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. യൂണിഫോം കുട്ടികൾക്ക് എത്തിച്ചു കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിന് നൽകേണ്ട ഫണ്ട് നൽകാതിരുന്നിട്ടുകൂടി
രാഷ്ട്രീയ പ്രതികാരത്തിൻ്റെ ഭാഗമായി നൽകാതിരുന്നിട്ട് കൂടി യൂണിഫോമിനടക്കമുള്ള പണം വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ വകുപ്പ് അനുവദിച്ചിരിക്കുകയാണ്. എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് പൊതുസമൂഹവും അതിൻ്റെ പ്രതിനിധികളായ സർക്കാരും പൊതുവിദ്യാഭ്യാസ മേഖലയെ കാണുന്നത്. ആ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത ഇതിൻ്റെ വിവിധ വിഭാഗങ്ങളിലെ ആളുകൾ, അധ്യാപകരാവട്ടെ, മാനേജ്മെൻറ്റുകളാവട്ടെ, കുട്ടികളാവട്ടെ, രക്ഷിതാക്കളാവട്ടെ, എല്ലാവരും കാണിക്കേണ്ടതുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നമുക്ക് ഈ കുട്ടിയുടെ ദാരുണമായ മരണം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ് എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരിയാണ്. KSTA കുടുംബത്തോടൊപ്പമുണ്ട് എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളാൽ കഴിയുന്ന ഒരു ധനസഹായം, 10 ലക്ഷം രൂപ ധനസഹായം ഒന്നുമല്ല, ഒരു കുഞ്ഞിന്റെ ജീവന് പകരം. അതുകൊണ്ടൊന്നും ആവില്ല, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പകരമാവില്ല. എന്നാൽ ഈ സമയത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അതാണ്. ഞങ്ങൾ മുമ്പും അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ട് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് പൊതുവിദ്യാലയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനാകുമല്ലോ. മാതാപിതാക്കളെക്കാളും സ്നേഹത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ പോറ്റി വളർത്തുന്ന അധ്യാപകർ നമ്മുടെയൊക്കെ സ്കൂളുകളിലുണ്ട്. ഇന്നിപ്പോൾ ഈ സംഭവം തന്നെ ആ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് അവരോട് ചില കാര്യങ്ങൾ, പ്രാഥമികമായി ചില കാര്യങ്ങൾ പറയാനാകുക പ്രഥമ അധ്യാപികയ്ക്കാണ്. പക്ഷേ അവർ വിങ്ങി പൊട്ടുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ആ അധ്യാപിക എത്രമാത്രം കുഞ്ഞുങ്ങളുമായി വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തവുമാണ്. അപ്പോൾ ഞാൻ അതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആ സിസ്റ്റത്തിൻ്റെ തന്നെ ഫെയിലിയറായി മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അപകടമുണ്ട്. ആകെ ഒരു വിഭാഗത്തെ പഴിക്കാനുള്ളൊരു ഇടമാകരുതല്ലോ ഇതൊന്നും. തീർച്ചയായും നമുക്ക് വലിയ ജാഗ്രത വേണം. എന്നാൽ 37 ലക്ഷം കുട്ടികൾ പഠിക്കുന്ന 12,000-ലധികം വിദ്യാലയങ്ങളുള്ള 1.25 ലക്ഷത്തിലധികം അധ്യാപകർ ജോലി ചെയ്യുന്ന വലിയ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു ദൗർഭാഗ്യകരമായ സംഭവത്തെ മുൻനിർത്തി ഈ മേഖലയെ ആകെ കുറ്റപ്പെടുത്തുന്നത് വിവേകപൂർവമായ നിലപാടല്ല എന്നത് മാത്രമാണ് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ ഷാഫി ഇത്രയും സമയം സംസാരിച്ചതിന്. ശരി, യാത്രയുള്ളത് കൊണ്ട് പോകും. ശരി, താങ്കൾ അത് മുൻപ് തന്നെ അറിയിച്ചിരുന്നു. അതിലേക്ക് തന്നെ നീങ്ങാം. താങ്കൾക്ക് എന്തായാലും നന്ദി ഇത്രയും വിഷയത്തിൽ ഇത്ര നേരം സംസാരിച്ചതിന്. ശ്രീ സേനാപതി വേണു, ഇപ്പോൾ താങ്കൾ ആദ്യഘട്ടത്തിൽ ഉയർത്തിയ ചില സംശയങ്ങളുണ്ട്, ചില വൈകാരികമായ രോഷപ്രകടനങ്ങളുണ്ട്. അതൊക്കെയും ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നതാണ്, ഉണ്ടാകേണ്ടതുമാണ്. ശ്രീ ഗോപനാഥിൽ ചില കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ സംഭവിച്ചു, ദാരുണമായ സംഭവമാണ്, നടക്കാൻ പാടില്ലാത്തതുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ചില അന്വേഷണങ്ങളുണ്ട്, നടപടികളുണ്ട്. ആ കുടുംബത്തോടൊപ്പം സർക്കാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിൽക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അതിൽ പ്രതീക്ഷ അർപ്പിക്കാമല്ലേ? അല്ല, അതൊക്കെ നമുക്ക് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് ഞാനും പേരൻ്റാണ്, അഷിതയും അതെ, ഗോപനും അതെ, ഇപ്പം സംസാരിച്ചു പോയ ഷാഫി സാറും അതെ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്നവർ അല്ലെ പഠിച്ചവർ ഒക്കെയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ കുട്ടികൾ ഇടപഴകുന്നതും കളിച്ചു വളരുന്നതുമായ സ്കൂളാണ്. നമ്മുടെ വീട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാൾ സമയം അവർ സ്കൂളിലാണ് ചിലവഴിക്കുന്നത്. ഞാൻ ശ്രീ ഗോപനോട് വിനീതമായിട്ട് ചോദിക്കുന്ന എൻ്റെ ഒരു സംശയത്തിൽ നിന്ന്, അങ്ങ് ഈ സ്കൂളിൻ്റെ എന്താ പറഞ്ഞ വളരെ അടുത്തറിയുന്നയാളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ 169 അധ്യാപകരുടെ യോഗം വിളിച്ച് 1.5 മണിക്കൂർ ഇത് വിശദീകരിച്ചതുമാണെന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ, സ്കൂൾ ഗ്രൗണ്ടിൽ കൂടെ ലൈൻ കടന്നു പോകട്ടെ, പുറയിലുള്ള ആളുകൾക്ക് കറണ്ട് കൊടുക്കണം, അത് അവരുടെ അവകാശമാണ്. അതിന് സഫീഷ്യൻ്റായ ഉയരം, അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റിയുടെ ആരെങ്കിലും പ്രതീതി ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ച ചർച്ചയിൽ. അതായത് ഒരു നിർമ്മിതിയിൽ നിന്ന് 2.5 മീറ്റർ എങ്കിലും എന്ന് പറഞ്ഞാൽ 6 അടി ഉയരമുള്ള ഒരു മനുഷ്യൻ കൈ ഉയർത്തിയാൽ പോലും എത്തിയേലാത്തതിന് അപ്പുറത്തേക്ക് ലൈനുകൾ പോകാവുള്ളൂ എന്നുള്ള. ഇവിടെ 1.25 മീറ്ററാണോ 1.5 മീറ്ററാണോ ഗോവനത് സൂചിപ്പിക്കട്ടെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സ്കൂളിൻ്റെ എന്താ പറഞ്ഞ ചരിത്രമോ അവിടെ പഠിച്ച പ്രഗത്ഭരോ ഇതൊന്നും അല്ലല്ലോ നമ്മുടെ മുമ്പിലുള്ള വിഷയം. നമ്മുടെ മുമ്പിലുള്ള വിഷയം അപകടകരമായ രീതിയിൽ ഒരു ലൈൻ ആ സ്കൂളിലൂടെ കടന്നു പോകുന്നു. അതെന്തുകൊണ്ട് പര്യാപ്തമായ ഉയരത്തിൽ വന്നില്ല? അതിൻ്റെ താഴെ ഒരു ഷെഡ്, അതും ഷെഡിൻ്റെ എന്താ പറഞ്ഞ മേൽക്കൂര എന്ന് പറയുന്നത് അതും വൈദ്യുതി ചാലകമാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇത് കയ്യെത്തുന്ന ദൂരത്തിൽ, അത് ഒരു കുട്ടിയുടെ 13 വയസ്സുള്ള, അങ്ങ് സൂചിപ്പിച്ചു കണ്ടാൽ 8 വയസ്സുകാരൻ, ആ കുട്ടിയുടെ കയ്യെത്തത്തക്ക രീതിയിൽ ഈ ലൈൻ അതിൽ പോകുന്നത്, അത് എന്തുകൊണ്ട്? അങ്ങ് 1.5 മണിക്കൂർ നേരം ഈ കാര്യത്തെക്കുറിച്ച് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാളും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററും ഉണ്ടാവുമല്ലോ, കൊടുത്തതിന് ശേഷം അവരതിനെ തൃണവൽക്കരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ എന്ത് സുരക്ഷാ മാനദണ്ഡമാണ്? ഞാൻ അക്ഷിത ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ 14,000 സ്കൂളുകളെ കുറിച്ചാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞത്.
ഇതുപോലെ ഈ 14,000 സ്കൂളുകളിലും ഈ സർക്കുലർ വായിക്കുകയും ഇതിനനുബന്ധമായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഒരുപക്ഷെ ഈ കുഞ്ഞിന്റെ മരണമായിരിക്കാം നാളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇന്നും നാളെയുമായി ചിലപ്പോൾ എല്ലാ സ്കൂളുകളിലും ഇതുപോലുള്ള പരിശോധനകളൊക്കെ നടത്തി ഇതിന്റെ പോരായ്മകൾ പരിഹരിക്കുമായിരിക്കും. അപ്പോഴും ഇവിടെ നമ്പർ 1 സിസ്റ്റം എന്ന് പ്രഖ്യാപിക്കുന്ന ഈ നാട്ടിൽ ഇത്രയും വലിയൊരു അനാസ്ഥ ഈ സ്കൂളിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഫെയിലിയർ ഓഫ് ദ സിസ്റ്റം. ആ സിസ്റ്റം പരാജയപ്പെട്ടു എന്നുള്ളതല്ലേ, അതാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. ഇവിടെ ഷാഫി പറഞ്ഞു പോയത് പൊതുവിദ്യാഭ്യാസത്തിന്റെ മേന്മയെക്കുറിച്ച്. ഞാൻ ആ ചർച്ചയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഷാഫി ഉണ്ടെങ്കിൽ ഞാൻ ഷാഫിയോട് പറഞ്ഞേനെ. ഈ പൊതുവിദ്യാഭ്യാസത്തെ കുറിച്ചാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞത്. A+ ജയിച്ചവന് മലയാളം വായിക്കാൻ അറിയത്തില്ല. കേരളത്തിലെ സ്ഥിതിവിശേഷത പൊതുവിദ്യാഭ്യാസ സ്കൂളുകളിലേക്ക് ആളുകൾ വന്ന് ചേരുന്നതിനേക്കാൾ ഇരട്ടി പൊഴിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷമാണ്. ഇന്ന് കീം പരീക്ഷയിൽ എൻ്റെ കേരള സിലബസിലെ വിദ്യാർത്ഥികൾ പുറകിൽ പോകാൻ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ പോരായ്മ, കുറവ്, ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയ ചർച്ചകളിലേക്കൊന്നും പോകുന്നില്ല. കാരണം നമ്മൾ ഈ നമ്പർ 1 എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും നമ്പർ 1 അല്ലാത്ത കാര്യങ്ങൾ കേരളത്തിലുണ്ട് എന്ന് ഓരോരോ സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ തെളിവായിട്ട് വരിക. ഞാൻ രാഷ്ട്രീയം സംസാരിക്കാൻ അതുകൊണ്ടാണ് ഷാഫി പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറയാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ? നാളെ ഇത് ആവർത്തിക്കരുത്. നാളെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ എന്താ? ഇതുപോലുള്ള വീഴ്ചകൾ എവിടെയാണോ ഉണ്ടായിട്ടുള്ളത് ആ വീഴ്ചകളുടെ ഉത്തരവാദികൾ മാതൃകാപരമായിട്ട് ശിക്ഷിക്കപ്പെടണമെന്നേ. അത് ശിക്ഷിച്ചേ മതിയാവൂ. അതല്ലാതെ എന്തുകൊണ്ടാ വാഹനാപകടത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ആളുകൾക്കെതിരെ 304A പ്രകാരം, പഴയ IPC പ്രകാരം കേസെടുക്കുന്നത്? അത് നിരുത്തരവാദപരമായി ഒരു കാര്യം ചെയ്തുകൊണ്ട് ആരുടെയെങ്കിലും മരണം ഉണ്ടായിരിക്കുന്നു. ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ്, സ്കൂൾ മാനേജ്മെന്റ്, ഇതിന് ഫിറ്റ്നസ് കൊടുത്ത പഞ്ചായത്ത്, ഈ 3 അധികാരികളും ഇതിന് റെസ്പോൺസിബിൾ ആണ്. ആ റെസ്പോൺസിബിലിറ്റി രൂപ കൊണ്ട് തീരുന്നതല്ല, പണം കൊടുത്താൽ തീരുന്നതല്ല. അതിന് ഉത്തരവാദികളായ ആളുകൾ അവർ ശിക്ഷിക്കപ്പെടണം. അത് ശിക്ഷിക്കപ്പെട്ടുവെങ്കിൽ മാത്രമേ നാളെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. ഇവിടെ ആർക്കും റെസ്പോൺസിബിലിറ്റി ഇല്ല, ആർക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ള സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞാൽ നാളെ എന്തും നമ്മുടെ നാട്ടിൽ സംഭവിക്കാം. ശരിയാണ് ശ്രീ സേനാപതി വേണു, അങ്ങനെ അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, താങ്കൾ ഇപ്പോൾ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ, കീം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എനിക്ക് അതിശക്തമായ വിയോജിപ്പുണ്ട്. പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയം സംസാരിക്കാൻ ഉള്ളൊരു സമയമായി ഞാൻ ഇതിനെ കാണാത്തത് കൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയുകയോ അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്യാത്തത്. എന്ന് കരുതി താങ്കളുടെ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നു എന്ന അർത്ഥമില്ല. അതിൽ കൂടി വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ശ്രീ ഗോപനിലേക്ക് പോകുന്നു. ശ്രീ ഗോപൻ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും താങ്കൾ അതിനെ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി സമീപിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും പ്രാഥമികമായി നമുക്ക് ഉണ്ടാകുന്ന ചില സംശയങ്ങൾ അപ്പോഴും ഇങ്ങനെ സംശയങ്ങളായി നിൽക്കുന്നു. അത് ചോദിക്കണമെന്ന് തോന്നുന്നു. അതാണ് ശ്രീ സേനാപതി വേണു ആവർത്തിച്ചു പറയുന്നത്. ഈ യോഗം വിളിക്കുന്നു, ഈ സ്കൂളിലൂടെ ഈ ലൈൻ പോകുന്നു എന്നറിയുന്നു, അതിന് സുരക്ഷിതമായ കേബിളുകൾ ഉൾപ്പെടെ അതിൽ കൊണ്ടുവരാമായിരുന്നു, അത് നടന്നില്ല. 8 വർഷമായി ഇതേ സ്ഥിതിയിൽ ആ ഷെഡ് അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇനി ഒന്നും പോരെങ്കിൽ അല്പം കൂടി പൊക്കത്തിലെങ്കിലും ആകാമായിരുന്നു. അതിനൊന്നും വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നില്ലല്ലോ ശ്രീ ഗോപൻ. ഒപ്പം തന്നെയാണ് സ്കൂളിന്റെ ഫിറ്റ്നസ്. പഞ്ചായത്തിനൊക്കെ ഇതിന് ഉത്തരവാദിത്തമുണ്ടല്ലേ? അല്ല, അവിടുത്തെ വീഴ്ച നമ്മൾ പൊതുവെ ഇപ്പോൾ പരിശോധിച്ച കാര്യമാണ്. ഈ സ്കൂളിൻ്റെ മറുവശത്ത് ഒരു ഇലക്ട്രിക് പോസ്റ്റും റോഡിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റുമാണ്. ഇപ്പോൾ ഇലക്ട്രിക് ലൈൻ സ്വാഭാവികമായിട്ടും ഫുൾ ടൈറ്റായിട്ട് നിർത്തത്തില്ലല്ലോ. അത് വേനൽക്കാലത്ത് ചൂട് കൂടുമ്പോൾ ഉണ്ടാകാവുന്ന അപകട സാധ്യത വെച്ചുകൊണ്ട് ഇലക്ട്രിക് ലൈൻ അല്പം ലൂസാക്കി ഇടുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിയിലൊരു താൽക്കാലിക സൈക്കിൾ ഷെഡ് വന്നു എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കുന്നതിന് കാരണമാകുന്നത്. ഞാൻ ഒരു വ്യക്തതയ്ക്ക് കൂടി, ഈ ഷെഡുമായി ബന്ധപ്പെട്ട് അതൊരു അനധികൃത നിർമ്മിതിയാണ്. അങ്ങനെ ഒരു ഷെഡ് നിർമ്മിക്കാനൊക്കെ ഒരു സ്കൂളിന് അനുമതി വാങ്ങേണ്ടതുണ്ടോ, ഫിറ്റ്നസ് വാങ്ങേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് വാങ്ങിയില്ല എന്നുള്ളതാണ് ഈ അപകടത്തിന് തന്നെ കാരണമായി ചില ആളുകളൊക്കെ പറഞ്ഞും കേൾക്കുന്നത്. അങ്ങനെയുണ്ടോ ശ്രീ ഗോപൻ? അതോടൊപ്പമാണ് ഈ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കുമല്ലോ എല്ലാ വർഷവും അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് സ്കൂളിന് ഫിറ്റ്നസ് ലഭിക്കുക. അപ്പോൾ ഈ കോമ്പൗണ്ടിലൂടെ ഇതിങ്ങനെ പോയിട്ടും അതിന് മറ്റു ചില വശങ്ങളുണ്ട്, ചില ജനങ്ങളെയൊക്കെ നേരിട്ട് ബാധിക്കുന്നതാണെങ്കിൽ പോലും ഈ കമ്പി അതിനുള്ളിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. എന്നിട്ടും എങ്ങനെയാണ് ഈ സ്കൂളിന് ഫിറ്റ്നസ് കിട്ടിയത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കെട്ടിടത്തിനാണ് ഫിറ്റ്നസ്. ഈ കെട്ടിടത്തിൻ്റെ അനുബന്ധമായി സൈക്കിൾ നനയാതിരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടാക്കിയ വെറും താൽക്കാലികമായ ഒരു ഷെഡാണ് ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഭിത്തിയുടെ പകുതിക്ക്, അതിൻ്റെ മേൽക്കൂരയുടെ പകുതിക്ക് വെച്ചിട്ട് സൈഡിലോട്ട് ഇത് ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ കൂടാണ് ഈ ലൈൻ പോകുന്നത്. അതാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് കുറയാൻ കാരണം. ഇനി ഒരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, തെറ്റായി ഇപ്പം കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ വളരെ മാന്യമായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരികയും ചെയ്യാം. അത് പ്രതികരിക്കേണ്ട കാര്യങ്ങളുമുണ്ട്, അത് പറയാം. പക്ഷേ തെറ്റായൊരു പ്രചാരണം നടക്കുന്നത്
ഞാൻ ഈ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്നോട് തുടക്ക സമയത്ത് ഇതറിഞ്ഞ് ഓടിച്ചെല്ലുന്ന ഒരാളാണല്ലോ ഞാൻ. എൻ്റെ കൂട്ട് ഒരുപാട് പേരവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചാനലുകാർ ചോദിക്കുന്നത് ഈ സംഭവം എന്താണെന്നാണ്. അപ്പോൾ എൻ്റെ ധാരണ ഇവിടുന്ന് ഈ അപകടം നടന്നു എന്നറിഞ്ഞ് തിരിക്കുമ്പോൾ സ്കൂളിലെ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ സ്വിച്ച് ഇളകി കിടന്നോ കുട്ടി ലൈറ്റ് ഇടാനോ ഫാൻ ഇടാനോ വല്ലതും പരിശ്രമിച്ചപ്പോൾ അപകടം നടന്നതാണ് എന്ന ഒരു ധാരണയിലാണ് ഇവിടുന്ന് ചെല്ലുന്നത്. പക്ഷേ പോകുന്ന വഴിക്കുള്ള എൻക്വയറിയിൽ നിന്ന് മനസ്സിലായത് ഈ കുട്ടി ഇങ്ങനെ ഷെഡിൻ്റെ മുകളിൽ കയറി ചെരുപ്പെടുക്കാൻ പരിശ്രമിച്ചപ്പോൾ സ്കിഡാവുകയും തെറ്റുകയും അങ്ങനെ തെറ്റിയപ്പോൾ കുഞ്ഞ് മറിഞ്ഞു വീഴുന്ന ഒരു വെപ്രാളത്തിൽ ഓർക്കാതെ അടുത്ത് കണ്ട കമ്പി കയറി പിടിക്കുകയാണ് ചെയ്തത് എന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് മീഡിയ ചോദിക്കുമ്പോൾ, പത്രക്കാർ ചോദിക്കുമ്പോൾ, ചാനലുകാർ ചോദിക്കുമ്പോൾ ഉണ്ടായ സംഭവം വിശദീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് കുട്ടി ഈ ഷെഡിൽ വലിഞ്ഞ് കയറിയത് കൊണ്ടാണ് അപകടം ഉണ്ടായത്, ഇല്ലെങ്കിൽ ഉണ്ടാകത്തില്ലായിരുന്നു എന്ന രീതിയിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവം എന്താണെന്ന് ആദ്യം ഞങ്ങളെല്ലാം വിശദീകരിച്ചത് നടന്ന സംഭവമാണ്, എങ്ങനെയാണ് ഈ കുട്ടി ആക്സിഡൻറ്റിൽ പെട്ടതെന്നുള്ളതാണ്. പിന്നീടാണ് നമ്മൾ അതിൻ്റെ കൂടുതൽ അന്വേഷണത്തിലേക്ക് വരുമ്പോഴാണ് ഈ കുട്ടി കയറിയാലും ഈ ലൈൻ അങ്ങനെ നിൽക്കാവോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുകൂടി ലൈൻ കൊണ്ടുപോകാവോ എന്നുള്ള വിഷയമൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് ഈ ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൗതുകം എന്ന സമീപനം എടുക്കുന്നവർ ദയവായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് ഞാനിതിനെ ഈ ഒരവസരത്തിൽ കമ്പാരിസണിലേക്ക് പോകുന്നത് ശരിയല്ലെങ്കിലും ഞാൻ പറയുക, എന്തെങ്കിലും ഇത്തരത്തിൽ ദൗർബല്യം ഉണ്ടായാൽ അത് ശിക്ഷിക്കുന്നതും പരിശോധിക്കുന്നതും അത്തരം കാര്യങ്ങൾക്ക് ഇരയാകുന്നവരെ സംരക്ഷിക്കുന്നതും നമ്മളെടുക്കുന്നൊരു നിലപാടാണ്. അല്ലാതെ മറ്റുള്ള പ്രദേശങ്ങളിൽ കാണിക്കുന്നത് പോലെ ഇപ്പോൾ കർണാടകത്തിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ ഒരു ഡ്രൈവർ അവിടെ അകപ്പെട്ടു പോയി. നമ്മളെടുത്തൊരു ശുഷ്കാന്തി കണ്ടുകൊണ്ട് അവിടുത്തെ ഭരണകൂടം ചോദിച്ചത്, കേരളത്തിലെ മന്ത്രിമാർ വല്ലതും ആണോ ഈ വണ്ടി ഓടിച്ചിരുന്നത്, നിങ്ങൾ ഇത്രയും ജാഗ്രത കാണിക്കാനെന്നാണ് ഡ്രൈവറെക്കുറിച്ച് ചോദിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമീപനം സ്വീകരിക്കുന്ന ആളുകൾ നമ്മുടെ അയൽപക്കത്ത് വാഴുമ്പോഴാണ് നമ്മളിതിൽ കുറ്റമേറ്റെടുക്കേണ്ടത് എടുക്കുന്നു, ശിക്ഷ കൊടുക്കേണ്ടത് ശിക്ഷ കൊടുക്കണം, ആശ്വസിപ്പിക്കേണ്ടത് ആശ്വാസം കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ശ്രീ ഗോപൻ ഇനിയിപ്പോൾ ആകെ സമൂഹം പ്രതീക്ഷിക്കുന്നത് ഇതിൽ ഉചിതമായ ഒരു നടപടിയാണ്, ശിക്ഷ എന്നുള്ള നിലയിൽ തന്നെ വേണമെങ്കിൽ ആ വാചകത്തെ വ്യാഖ്യാനിക്കാം. പക്ഷേ ആരെ കുറ്റപ്പെടുത്തും, ആരെ ശിക്ഷിക്കും എന്നൊരു ചോദ്യം കൂടി ഇല്ലേ? സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഈ ലൈൻ ഇതുവഴി പോകുന്നുണ്ട് എന്ന്, കുട്ടികൾ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്, അപകട സാധ്യതയെ തന്നെ നിൽക്കുന്നു. എന്നിട്ടും സ്കൂൾ എന്തുകൊണ്ട് ഒന്നും ചെയ്തില്ല എന്നൊരു ചോദ്യം ഒരു വശത്തും. മറുവശത്ത് KCBക്കും അറിയാം ഇതുവഴി ലൈൻ പോകുന്നുണ്ട് എന്ന്, അപ്പോൾ അത് ഉയർത്തുകയോ ഉൾപ്പെടെ അല്ലെങ്കിൽ കേബിളാക്കുകയോ ഒന്നും ചെയ്യാതിരുന്നത് KCB എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം മറുവശത്ത് നിൽക്കുമ്പോൾ KCB പറയുന്നു സ്കൂളുമായി അങ്ങോട്ട് ബന്ധപ്പെട്ട് ഇത് കേബിളാക്കി തരാമെന്ന് പറഞ്ഞു, സ്കൂൾ ഒന്നും പ്രതികരിച്ചില്ല. സ്കൂൾ പറയുന്നു KCBയോട് ആവശ്യപ്പെട്ടു, അവർ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ ശ്രീ ഗോപൻ. യെസ്, അത് നമ്മുടെ മുമ്പിൽ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഉത്തരവിട്ടിരിക്കുന്ന അതനുസരിച്ച് ഇതിൽ എൻക്വയറി നടക്കണം. എൻക്വയറി നടക്കുമ്പോൾ കൃത്യമായ നിഗമനത്തിലെത്താം. ഇപ്പോൾ മാനേജ്മെൻറ്റും KCBയും ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. അവരവരുടെ നിലപാടുകൾ പറയുന്നു. ആ നിലപാടുകളിൽ ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളത് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇന്ന് എടുക്കേണ്ട കാര്യങ്ങളാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളത് വളരെ ശക്തമായി ഇതിൻ്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അത് വ്യക്തമാക്കി കഴിഞ്ഞു. അതിൽ അദ്ദേഹം ആരുടെയും മുഖം നോക്കാതെ അതിനകത്ത് അദ്ദേഹം സമീപനം സ്വീകരിച്ചു കഴിഞ്ഞു. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ബഹുമാനപ്പെട്ട സേനാപതി പറഞ്ഞതിൽ ഒരു പ്രതികരണം എനിക്ക് നടത്തേണ്ടതായിട്ടുണ്ട്, അതിനെന്നെ അനുവദിക്കണം. അതായത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മേന്മയെ അല്പം മോശപ്പെടുത്താൻ വേണ്ടി ഒരു കമൻറ്റ് വന്നത്, ഫുൾ A+ വാങ്ങിച്ച കുട്ടിക്ക് മലയാളം അറിയില്ല, എന്തോന്ന് കേരളത്തിലെ വിദ്യാഭ്യാസം എന്നൊക്കെയാണല്ലോ ഒരു പ്രശ്നം ഉയർന്നു വരുന്നത്. ഞാൻ കുറച്ച് ഡേറ്റാസ് നമ്മൾ KSTയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂളുകൾ ഇനി പഴയതുപോലെ പോലും പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞ ഭരണാധികാരികളോട് ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. ചില സ്കൂളുകൾ അൺഎക്കണോമിക്കലായിട്ട് പൂട്ടാൻ പോകുന്നു എന്ന വാർത്ത വന്നു. സർക്കാർ സ്കൂളുകൾ അങ്ങനെ ഒന്നും നടത്തിക്കൊണ്ടു പോകൽ പ്രയാസമാണ് എന്ന ചർച്ച വന്നു. അതിനെല്ലാമല്ലേ നമ്മൾ അഡ്രസ്സ് ചെയ്തത്. അങ്ങനെ അഡ്രസ്സ് ചെയ്തപ്പോൾ ഉള്ള ഡേറ്റ എന്താണ്? 100 കുട്ടികൾ കേരളത്തിൽ 1ാം ക്ലാസ്സിൽ ചേർന്നാൽ 100 കുട്ടികളും 12ാം ക്ലാസ്സിലെത്തും. നോർത്ത് ഇന്ത്യയിലെ ശരാശരി 65 കുട്ടികളെ 12ാം ക്ലാസ്സിലെത്തുകയുള്ളൂ. ബാക്കി ഡ്രോപ്പ് ഔട്ടായി പോവുകയാണ്. എൻ്റെ കുട്ടിക്കാലത്തെ ചെറുപ്പകാലത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ മാത്രമല്ല അക്കാലത്തെ എല്ലാ പുരോഗമന രാഷ്ട്രീയക്കാരുടെയും ജോലി എന്തെന്ന് ചോദിച്ചാൽ,
പാഠപുസ്തകങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കലായിരുന്നു പരിപാടി. സ്കൂളിൽ കൃത്യമായി പാഠപുസ്തകം കിട്ടില്ല. ഇപ്പോൾ പാഠപുസ്തകം നിർമ്മിക്കുന്ന കരിക്കുലം കമ്മിറ്റിയിലെ അംഗം കൂടി എന്ന തരത്തിൽ ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്, കേരളത്തിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച കണക്ക് പ്രകാരം 3,63,00,000 പാഠപുസ്തകങ്ങൾ കൃത്യമായി വെക്കേഷൻ ടൈമിൽ നമ്മുടെ സ്കൂളിൽ എത്തിച്ചു കഴിഞ്ഞു. ഒരു കുഞ്ഞും ഫോട്ടോസ്റ്റാറ്റിൻ്റെ പുറകെ പോകണ്ട. 973 സ്കൂൾ കെട്ടിടങ്ങൾ പണിഞ്ഞു പൂർത്തിയാക്കിയ ഒരു സർക്കാർ 7 കൊല്ലത്തിനുള്ളിൽ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അത്രയും കെട്ടിടങ്ങൾ 10 കോടി, 5 കോടി, 3 കോടി, 1 കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കി കൊടുക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫർണിച്ചറുകൾ വാങ്ങിക്കൊടുക്കുന്നു. മനോഹരമായ ടോയ്ലറ്റുകൾ. പണ്ട് നമ്മുടെ സ്കൂളുകളെക്കുറിച്ച് ആക്ഷേപകരമാണല്ലോ പറഞ്ഞത്. അപ്പം ഞങ്ങളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള 5 സ്റ്റാർ ഹോട്ടൽ ലഭിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സ് വരെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും നടത്തിയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ നമ്മൾ സംരക്ഷിച്ച് മുന്നിൽ കൊണ്ടുവന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ 169 സ്കൂളെന്ന് പറഞ്ഞാൽ അത് സർക്കാർ സ്കൂളുകളാണ്. അവിടെ മാത്രമേ നേരിട്ട് ഞങ്ങൾക്ക് ഇടപെടാൻ അവകാശമുള്ളൂ. ബാക്കി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇടപെടുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെടുന്നതിന് ഉതകുന്ന വിധത്തിലാണ് സർക്കാർ എന്താ എടുത്ത നിലപാട്. ആദ്യത്തെ 2 ആഴ്ച 1 മണിക്കൂർ നേരം നിങ്ങൾ സിലബസിലേക്ക് പോകേണ്ടതില്ല, കുട്ടികളുമായി ഇൻറ്ററാക്ഷനാണ്. ആ ഇൻറ്ററാക്ഷനാണ് നടന്നത്. അതിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ കുട്ടികൾ ലഹരിയിൽ നിന്ന് മുക്തമാകേണ്ടതിൻ്റെ ആവശ്യകത, പഠനത്തിൻ്റെ പ്രത്യേകതകൾ, അവർ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇടപെടേണ്ടത്, മാലിന്യമുക്തമായ സ്കൂളുകൾ സംരക്ഷിക്കുന്ന കാര്യത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരം എല്ലാ കാര്യങ്ങളും കുട്ടികളുമായി അധ്യാപകർ ഇൻറ്ററാക്ഷൻ നടത്തുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഈ സ്കൂൾ ഓപ്പണിങ്ങിന് മുമ്പ് സ്വീകരിക്കേണ്ടുന്ന മുൻകരുതലുകൾ നല്ലൊരു പങ്ക് സ്കൂളുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്വകാര്യ സ്കൂളുകൾ സ്വീകരിച്ചിട്ടുണ്ട്, സർക്കാർ സ്കൂൾ സ്വീകരിച്ചിട്ടുണ്ട്. വ്യാപകമായി ഇങ്ങനൊരു കാര്യം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടോ? ഈ പറയുന്ന തേവലക്കര ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഹിസ്റ്ററിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടോ? ഒരു കാര്യമായ ആക്സിഡൻറ്റ് പോലും കുട്ടിക്കുണ്ടായിട്ടില്ല. ഒരു വലിയ തരത്തിൽ എന്തെങ്കിലും പരിക്ക് പറ്റുന്ന അപകടം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടൊരു കാര്യമാണ്. ഇത് മുൻകൂട്ടി ആലോചിക്കേണ്ട കാര്യമായിരുന്നു, തർക്കമില്ല. മാനേജ്മെൻറ്റിന് ശ്രദ്ധിക്കാം, KSEBക്ക് ശ്രദ്ധിക്കാം, ഇനി PTA ശ്രദ്ധിക്കാം, അവിടെ വരുന്ന ആളുകൾക്ക് ഇത് ശ്രദ്ധിക്കാം, ഇത് സംബന്ധിച്ചൊരു ഇടപെടൽ നടത്താം, ജനപ്രതിനിധികൾക്ക് നടത്താം. അതിലൊന്നും തർക്കമുള്ള കാര്യമല്ലല്ലോ. അതിലൊന്നും ആർക്കും തർക്കമില്ല. അതനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്യുകയും ഇവിടെ കൃത്യമായി നമ്മൾ ഉയർന്നു വരുന്ന പ്രശ്നം പോലെ ഇതിനകത്ത് കുറ്റവാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം. അതുപോലെ ഇത് ഒരാളെ ശിക്ഷിക്കുക എന്നുള്ളതിലുപരിയായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളും ഒരു സൂക്ഷ്മ പരിശോധന കൂടി ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്താൻ കഴിയണം. തീർച്ചയായും ശ്രീഗോപൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത്. ആ നിലയിൽ തന്നെ തുറന്ന മനസ്സോടുകൂടി താങ്കൾ പറയുന്ന ഓരോ വാചകത്തെയും ഞാൻ കേൾക്കുകയാണ്. ഇപ്പോൾ ഒരു വീഴ്ച ഉണ്ടായി, ആ വീഴ്ച പോലും അത് വീഴ്ചയാണ്, അതിൽ പരിശോധന വേണ്ടിയിരുന്നു എന്ന് പറയാൻ കാണിക്കുന്ന മനസ്സിനെ, അത് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെയാണ്, അതും കയ്യടി അർഹിക്കുന്നത് തന്നെയാണ്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും പൊതുവിദ്യാലയങ്ങളിൽ തന്നെ പഠിച്ചു വന്നവരാണ്, അതിൽ അഭിമാനിക്കുന്നവരാണ്. അവിടുത്തെ അധ്യാപകരെ ഇന്നും രക്ഷിതാക്കളോടൊപ്പം തന്നെ അതേ സ്നേഹത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരാണ്. പക്ഷെ അപ്പോഴും താങ്കൾ പറഞ്ഞ തരത്തിൽ മൂക്കുപൊത്തി മാത്രം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ ശൗചാലയങ്ങളിൽ പോയിരുന്നൊരു കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഇന്ന് എത്രമാത്രം മാറി എന്ന് അറിയുമ്പോൾ ഈ നാട്ടിൽ ഇപ്പോൾ ജീവിക്കുന്നതിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുകയാണ്. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ച കാലമുണ്ടായിരുന്നു, അതൊക്കെ എന്നോ പോയി മറിഞ്ഞിരിക്കുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുൻപേ പുസ്തകങ്ങളും യൂണിഫോമും ഉൾപ്പെടെ നമ്മുടെ കയ്യിലേക്ക് എത്തുകയാണ്. കഞ്ഞിയും പയറും കഴിച്ചിരുന്നിടത്തു നിന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണങ്ങളുടെ നിലവാരം മാറുകയാണ്, അതിൻ്റെ ഗുണനിലവാരം സർക്കാർ നേരിട്ട് ഉറപ്പാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ പോലും അത് ഈ സിസ്റ്റത്തെ ഒന്നാകെ, ഈ സംവിധാനത്തെ ഒന്നാകെ കരിവാരി തേക്കാനായി ഉപയോഗിക്കപ്പെടരുത് എന്നൊരു പ്രതീക്ഷ കൂടി, അങ്ങനെ ഒരു ആശ കൂടി ഉണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ശ്രീ ഗോപൻ താങ്കൾ പറഞ്ഞിട്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾ അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കാനെങ്കിലും ഉതകട്ടെ എന്ന് കരുതിയാണ്. ഒരു കാര്യം കൂടി അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. താങ്കൾ ആ നാട്ടിലെ ജനപ്രതിനിധി എന്ന നിലയിൽ കൂടിയാണ്. കുഞ്ഞിൻ്റെ അമ്മ പുറത്താണ് എന്നുള്ളത് അറിഞ്ഞു. സംസ്കാരം പൂർത്തിയാക്കി ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതും അറിഞ്ഞു. സംസ്കാരം എപ്പോഴേക്കാണെന്നത് തീരുമാനിച്ചിട്ടുണ്ടോ? അമ്മ നാട്ടിലേക്ക് എത്തുന്ന നടപടിക്രമങ്ങൾ അതിപ്പോൾ എങ്ങനെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്? അമ്മ ശനിയാഴ്ച ദിവസം വരാൻ ഉള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ വിവരം അറിയിച്ചിട്ടുണ്ട്. അമ്മയെ വിവരം അറിയിക്കുന്നത് തന്നെ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ്. അമ്മയുടെ അവിടുത്തെ പേട്രൻസ്
അപ്പോൾ അവരുടെ മുമ്പിൽ ഈ വിഷയം ഒരു അത്യാഹിതം കുഞ്ഞിന് പറ്റിയിട്ടുണ്ട്, ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ് എന്നത് അമ്മയെ ബോധ്യപ്പെടുത്തി. അതിനുശേഷം അവരുടെ ഹൗസ് ഓണറെ ഈ കാര്യം അറിയിച്ചു. അപ്പോൾ അമ്മയെ അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക്, എന്തായാലും എത്ര മെച്യൂരിറ്റി ഉള്ളതായാലും എത്ര ക്ഷമ കാണിക്കുന്നവരായാലും ഒരമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ അത് താങ്ങിക്കൊണ്ട് വിമാനം കയറി ഇവിടെ വരിക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മളാരും അനുഭവിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അമ്മ അനുഭവിക്കാൻ പോവുകയാണ് 2 ദിവസത്തേക്കെങ്കിലും കുറഞ്ഞത്. ബാക്കി പിന്നെ ഓരോ ദിവസവും അമ്മ നീറി അനുഭവിക്കും. അപ്പോൾ കുഞ്ഞിനെ കാണുന്നത് വരെയുള്ള ഒരവസ്ഥ വേറെ, കുഞ്ഞിനെ കണ്ടതിന് ശേഷമുള്ള അവസ്ഥ വേറെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ അമ്മയ്ക്ക് ആശ്വാസകരമായ നിലപാടെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. എനിക്ക് ഇതിൽ ആ ചോദ്യത്തെ ഞാൻ കാണുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ വിശദീകരണത്തിൻ്റെ പ്രശ്നമുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളൊരു കമൻ്റുണ്ട്. ആ കമൻ്റ് അദ്ദേഹം പറഞ്ഞത് ഒരു 6-7 വർഷം മുമ്പ് ഒരു സ്കൂളിൽ പാമ്പ് കടിയേറ്റ് ഒരു കുഞ്ഞ് മരിച്ചു, എന്നിട്ടും ആരും പഠിച്ചിട്ടില്ല എന്ന രൂപത്തിൽ വന്നു. അപ്പോൾ ആ പാമ്പ് കടിയേറ്റ് കുഞ്ഞ് മരിച്ചതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നമ്മുടെ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചു എന്നതിൻ്റെ തെളിവാണ് പിന്നെ നമ്മുടെ കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും അതിൻ്റെ ജാഗ്രത കാണിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് പാമ്പ് കടിയുള്ള സ്റ്റേറ്റാക്കി കേരളത്തെ മാറ്റാൻ സർപ്പ എന്നൊരു ആപ്പ് രൂപീകരിച്ചു. അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല പരിശീലനം കൊടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സംഭവം, ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ, ഒരു സർക്കാർ ജീവനക്കാരി, അവർ ഒരു രാജവെമ്പാലയെ ഒറ്റയ്ക്ക് പിടിക്കുന്ന ഒരു സംഭവം നമ്മൾ വൈറലായിട്ട് കണ്ടു. അവർ പിന്നീട് അതിനെക്കുറിച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനൊരു സംഭവം തുടർന്ന് ആവർത്തിക്കാതിരിക്കാൻ ഗവൺമെൻറ് കാണിച്ച ജാഗ്രതയാണത്. അതിനെ തുടർന്ന് നമ്മുടെ സ്കൂളുകളിൽ അങ്ങനൊരു സംഭവമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുപോലെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ കാര്യവും നമുക്കൊരു പാഠമായി മാറിക്കൊണ്ട് നമുക്ക് കുറച്ചുകൂടി സൂക്ഷ്മതലത്തിൽ ഇടപെട്ട് ഇത് പരിഹരിക്കാൻ കഴിയും. നമ്മൾ കക്ഷി രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും രാഷ്ട്രീയം വേണം. പക്ഷേ പാർട്ടി പൊളിറ്റിക്സ് ആവശ്യമുള്ളിടത്ത് മാത്രം നമ്മൾ പ്രയോഗിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ സമാധാനം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ അമ്മ 18-ാം തീയതി വന്നു കഴിഞ്ഞാൽ മിക്കവാറും 18-ാം തീയതി തന്നെ ഇതിൻ്റെ ഫ്യൂണറൽ ചടങ്ങിലേക്ക് കടക്കും എന്നുള്ളത് ഏതാണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം കൂടി നമ്മൾ കാത്തിരിക്കണം. കുഞ്ഞ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ കുഞ്ഞിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ശരി, വളരെ നന്ദി ശ്രീ ഗോപൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ശ്രീ സേനാപതി, താങ്കളുടെ കൂടി അനുവാദത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റു വിഷയങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് കരുതുകയാണ്. സമയം തന്നില്ല എന്നുള്ള പരാതിയുള്ളൂ. എനിക്കത് അറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു വലിയൊരു ചർച്ചയിലേക്ക് പോകേണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടിയിരുന്നത് ശ്രീ ഗോപനിൽ നിന്നാണ്. അദ്ദേഹം അടുത്ത ജനപ്രതിനിധി കൂടിയാണല്ലോ. എന്തായാലും ശ്രീ സേനാപതി, ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി ഇത്തരം വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളും ഇടപെടലുമാണ് വേണ്ടത്. വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഈ സർക്കാരിൻ്റെ വാക്കുകളിൽ ഈ സമൂഹം വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം കാക്കേണ്ട ചുമതല സ്വാഭാവികമായും മന്ത്രി ഉൾപ്പെടെ ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് മുഴുവനുമുണ്ട്. വളരെ നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ച എല്ലാവർക്കും.